ശക്തനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ഇൻദദിൽ അർശി, മക്കീൻ സിംഹാസനത്തിന് ഉടമസ്ഥനായ അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളവനാണ്. മുതായിൻ സമ്മാമീൻ, അവിടെ എല്ലാവരും അനുസരിക്കും ജിബ്രീലിനെ. അങ്ങനത്തെ ജിബ്രീൽ അലൈഹിസ്സലാം, പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഒരു നിശ്ചിത പരിധിയിലെത്തിയതോടുകൂടി പറയാണ്, വല്ലാഹി ലഇൻ ദനൗതു ഖദ്റ ഉൻമുലത്തിൻ ദഹ്തറത്തു, ഇനി അങ്ങോട്ടൊരു ഇഞ്ച് പോന്നാൽ ഈ ജിബ്രീൽ കത്തിച്ചാമ്പരാകും. അള്ളാന്റെ സമീപത്തേക്ക് ഏറ്റവും അടുത്ത മുഖറബാണ് മലക്ക്. എന്നിട്ടും മലക്ക് പറയുന്നത് എന്താണ്? ഇനി അങ്ങോട്ട് പോന്നാലേ ഈ ജിബ്രീൽ കത്തിച്ചാമ്പലാകുന്ന. ആ കത്തിച്ചാമ്പലാകുമെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പിന്നെയും പോവുകയാണ് അള്ളാന്റെ റസൂൽ അള്ളാന്റെ സന്നിധിയിലേക്കാ പോണത്. അതാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മഹത്വം അവസാനിക്കുന്നിടത്ത് നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം ആരംഭിക്കുന്നു. ജിബ്രീലിന്റെ മഹത്വം അവിടെ എത്തി നിന്നു. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങണോളൂ മുഹമ്മദ് നബിന്റെ മഹത്വം. ഇതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ സാധാരണ മനുഷ്യൻ എന്ന് പറയാം. ഈ റസൂലുള്ളാഹിനെ പറ്റി സാധാരണ മനുഷ്യൻ എന്നാ പറയാ കേട്ടോ. അല്ലാമ ഇഖ്ബാൽ അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ പറയണേ, മൂസാ ദുഹൂശ് റഫ്ത് ബയക് ജൽവയ സിഫാത്ത് തൂബ ഐൻ ദാത് മീനി ഗരീദർ തബസ്സുമി. മൂസാ ദുഹൂശ് റഫ്ത് ബയക് ജൽവയ സിഫാത്ത് തൂബ ഐൻ ദാത് മീനി ഗരീദർ തബസ്സുമി. മൂസ നബി അലൈഹിസ്സലാം ഒരിക്കലേ അള്ളാനെ കാണാൻ ബോധിച്ചില്ലേ അല്ലേ? ഇസ്രായേലിൽ ഇങ്ങനെ പറയും, ലൻ നൂമിന ഹത്താ നറല്ലാഹ ജഹ്റത്തൻ, ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ അള്ളാനെ കാണുന്ന മുമ്പിൽ കാണണം. ഇസ്രായേലിൽ എന്നുമില്ല അങ്ങനെ പറയുന്ന ആൾക്കാര്. കുറച്ചുകൂടി വിശ്വാസമല്ല. എന്താ കാരണം? കാണില്ല, കാണാത്തതിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് വിശ്വസിക്കുന്നത്. കാണാത്തതിൽ വിശ്വസിക്കുന്നില്ല അല്ലേ? സ്കൂളിൽ മാഷ് ഇങ്ങനെ പഠിപ്പിക്കുക, കുട്ടിയെ ക്ലാസ് എടുക്കുക. അപ്പൊ മാഷ് പറഞ്ഞു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അതെന്താ സാറേ എങ്ങനെ പറയുന്നത്? ഞാൻ ദൈവത്തെ കാണുന്നില്ല, കാണാത്തതിൽ എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ കുട്ടി പറഞ്ഞു, സാറേ സാറിന്റെ ബുദ്ധി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെന്താണോ അങ്ങനെ? സാറിന്റെ ബുദ്ധി ഞാൻ കാണില്ല. കാണാത്തതിൽ വിശ്വസിക്കണമെങ്കിൽ ഇതിന് ബുദ്ധിയിൽ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ അതേപോലെ കാണാത്ത അള്ളാനെ കാണണമെങ്കിൽ വിശ്വസിക്കുള്ളൂ പറഞ്ഞു. അപ്പൊ അള്ളാഹു തആല ഏതായാലും ഒഴുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, എനിക്കൊന്ന് കാണണമെന്നൊരു ബുദ്ധി മൂസാ നബി അലൈഹി ഇസ്ലാമിനെയാണ്. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളഹാനോട് പറഞ്ഞു, എന്നെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, എന്തറാനി, എന്നെ കാണാൻ പറ്റൂല, ആ കാണുന്നോട് എന്നെ കാണാൻ പറ്റൂല. വലിയ നിർബന്ധമാണ്. ഒന്നൂറിൽ ജവരിയ മരമരിക്കൊന്നും നോക്കിക്കളാം. മരമരിക്കം നോക്കിയപ്പോ സീനാ മരമരിക്കം നോക്കിയ സമയത്ത് ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കാ വഖറ മൂസാ സൈഖാ. അതാ ഫലമ്മാ തജല്ലാ റബ്ബുഹു, അള്ളാഹുവിന്റെ സിഫത്തിന്റെ ഒരു ഫ്ലാഷ്, അള്ളാന്റെ സിഫത്തിന്റെ ദാത്തിന്റെ അല്ല, അള്ളാഹുവിന്റെ സിഫത്തിന്റെ ഒരു ഫ്ലാഷ് ആ മലമേൽ ചെന്ന് അടിച്ചതോടുകൂടി ജഅലഹു ദക്കാമല, തകിട് പൊടിയായി. വഖറ മൂസാ സൈഖാ, മൂസാ നബി അലൈഹി ഇസ്ലാം ബോധം കെട്ട് വീണു. അള്ളാന്റെ പ്രകാശം താങ്ങാൻ വയ്ക്കട്ടെ. സിഫത്തിന്റെ ഒരു ജ്വാലാണ് ചെന്നപ്പോ താങ്ങാൻ വയ്ക്കാതെ മൂസാ നബി മോഹാരസ്യപ്പെട്ട് വീണു. മൂസാ നബി ശക്തനാണ്, വളരെ ശക്തനാണ്. മനസ്സുകൊണ്ടും ശക്തനാണ്, ശരീരം കൊണ്ട് ശക്തനാണ്. കിബത്തിന് ഒരൊറ്റ കൊട്ടുകൊടുത്തപ്പോ മരിച്ചില്ലേ? നല്ല ശക്തനാണ്. പക്ഷെ എത്ര ശക്തി ഉണ്ടായിട്ടും അള്ളാന്റെ പ്രകാശം താങ്ങാൻ പറ്റാത്ത മൂസാ നബി മോഹാരസ്യപ്പെട്ട് വീണു. അതെടുത്തുകൊണ്ട് അല്ലാമ ഇഖ്ബാൽ അദ്ദേഹത്തിന്റെ കവിതയിൽ പറയുന്നു, മൂസാ ദുഹൂശ റഫ്ബയക്ക് ജൽവയ സിഫാത്ത്, അള്ളാഹുവിന്റെ സിഫത്തിന്റെ ഒരു ജ്വാല ചെന്നടിച്ചപ്പോഴത്തേക്ക് മൂസാ നബി മോഹാരസ്യപ്പെട്ടു. പക്ഷേ അങ്ങ് അള്ളാഹുവിന്റെ ദാത്തിലേക്ക് നോക്കി നിൽക്കുന്നു പുഞ്ചിരിച്ചുകൊണ്ട്. അള്ളാഹുവിന്റെ ദാത്തിലേക്ക് പുഞ്ചിരിച്ചു നോക്കി നിൽക്കുന്നു. അള്ളാന്റെ സന്നിധിയിൽ ചെന്നിട്ട് അള്ളാഹുവിന്റെ ദാത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് പുഞ്ചിരിച്ചു നോക്കി നിൽക്കുന്നു. കണ്ണിനൊരു ചാഞ്ചല്യവും ഉണ്ടായില്ല, കണ്ണ് വ്യതിചലിച്ചില്ല, ചഞ്ചലമായില്ല. പിന്നെ എന്താണ്? മാ കദബൽ അഫതുമാറുഹൂനഹു അലാ മാ യറാ, അദ്ദേഹം കണ്ണുകൊണ്ട് കാണുന്നതിനോ നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയാണോ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നത് ഖുർആനിലെ. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലേ, ജിബ്രീൽ അലൈഹിസ്സലാം ഒക്കെ ഇത് എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന് അള്ളാന്റെ സന്നിധിയിലേക്ക് എത്താത്തോടത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി അള്ളാന്റെ ദാത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നു എന്നാ പറഞ്ഞത്. ഇങ്ങനെ എന്നിട്ട് മാത്രമല്ല, എന്നിട്ട് പിന്നെയും ചിന്തിക്കണം. എന്താ അവിടെ ചെന്നിട്ട് പിന്നെയും ചിന്തിക്കണത്? തന്റെ സമുദായത്തെ പറ്റി ചിന്തിക്കണു. ഓർക്കെന്താ കൊണ്ടുപോയി കൊടുക്കാന്നേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ ഖുദ്ദൂസ് ഗംഗൂഹി എന്ന പേരിൽ ഒരു സൂഫി വര്യനുണ്ട്. അദ്ദേഹം പറയാണ്, ഒരിക്കലെ മുഹമ്മദ് അറബി അള്ളാഹുവിന്റെ സന്നിധിയിൽ പോയിട്ട് ഇങ്ങോട്ട് പോന്നില്ലേ, ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും പോരൂല. കാരണം എന്താ? അള്ളാന്റെ സന്നിധി ചെന്നുകാണ്ട് അള്ളാന്റെ മുമ്പിലെത്തിയിട്ട് പിന്നെ എങ്ങനെ മടങ്ങി പോരാൻ തോന്നുക? പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തി അവിടെയാണ് പ്രകടമാകുന്നത്.
തന്നാൽ കരയേറേണ്ടവർ എത്രയോ പേർ താഴത്തു പാഴ്ചേറിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ഭ്രമപദം കുതിക്കും തപോനിരിക്കെന്തൊരു ചാരിതാർത്ഥ്യം ചൊല്ലിയില്ലേ ഉള്ളൂര്. തനിക്ക് മാത്രം ആത്മീയമായിട്ടുള്ള ഉയർച്ച ഉണ്ടായ മതി, ബാക്കിയുള്ളവർക്ക് എന്തേലും ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന തപസ്സിരിക്കുന്ന ആൾക്ക് എന്ത് ചാരിതാർത്ഥ്യം ഉള്ളതെന്നാ ചോദിച്ചത്. റസൂലുള്ള അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ സന്നിധിയിൽ പോയിട്ടും ആലോചിക്കുന്നു തന്റെ ഉമ്മത്തിനെ പറ്റി. ഈ ഭൂമിയിൽ തന്റെ ഉമ്മത്തിന് എന്താ കൊണ്ടുപോയി കൊടുക്കാന്ന് ചിന്തിക്കുകയാണ്. ഇങ്ങനെ നിസ്കാരം കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരികയാണ് അല്ലേ. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീന, മുഅ്മിനിന്റെ മിഅ്റാജാണ് നിസ്കാരം എന്നൊക്കെയല്ലേ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഈ രീതിയിൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ പോയിട്ട് ഇത്രയും മഹത്വമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹിനെ പറ്റി നമ്മൾ ചിന്തിക്കും, പഠിക്കും, മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ റസൂലുള്ളാഹിനോട് സ്നേഹം വരും. സ്വാഭാവികമായിട്ട് മനസ്സിലോട് വരും. അള്ളാഹിന്റെ റസൂലിനെ മനസ്സിലാക്കിയ സ്നേഹം വരുന്നു. മാത്രമല്ല നമ്മളൊക്കെ ഉണ്ടാവാൻ ഹേതുവായിട്ടുള്ള അല്ലേ, മനുഷ്യരാശിയൊക്കെ ഉണ്ടാവാൻ, എല്ലാവരും ഉണ്ടാവാൻ ഹേതുവായിട്ടില്ലേ ആദം നബി അലൈഹി ഇസ്ലാമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാല് ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂജാതനായതിനു ശേഷമുള്ള ഒരു മനുഷ്യനല്ല. റസൂലുള്ളാഹിനെ പറ്റി അങ്ങനെ പറയലുണ്ട്. അറേബ്യയിൽ ഉണ്ടായിരുന്ന ഒരു മുഹമ്മദി എന്നൊരു അറബി പയ്യനല്ലേ. അങ്ങനെ എല്ലാ ചെറുക്കന്മാരെയൊക്കെ വളർന്നു വന്നിട്ട് 40 വയസ്സായപ്പോ പിന്നെ അള്ളാഹു തആല നുബുവത്ത് കൊടുത്തപ്പോ പിന്നെ വലിയ ആളായതല്ലേ എന്നൊക്കെ പറ. അല്ല, അങ്ങനെയല്ല. റസൂലുള്ളാഹിനെ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10, 11, 12 വയസ്സുള്ള സമയത്ത് അബൂ താലിബ് എന്നിവരുടെ കൂടെ കച്ചവടത്തിനും കൂടെ ഉണ്ടല്ലോ. കച്ചവടത്തിന് പോണ സമയത്ത് ബുഹൈറ എന്ന പാതിരി കണ്ടില്ലേ. കണ്ട സമയത്ത് പാതിരി കാണുമ്പോ പാതിരി ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. എന്താ നോക്കണത്? എന്നിട്ട് ഈ കുട്ടി ഏതാണ്, ഈ കുട്ടി ഏതാണ്, ഈ കുട്ടിയിൽ നിങ്ങളുടെ ഒരു വലിയ ഭാവിയുള്ള കുട്ടിയാണല്ലോ, ഈ കുട്ടിയുടെ ആരാ ഒപ്പുള്ളത് അബൂ താലിബിനോട് ചോദിക്കാം എന്ന്. മാത്രമല്ല പാതിരി പറയാണ് മേഘം തണലിട്ട് കൊടുത്തത്. ഇപ്പൊ പാതിരി ഇങ്ങനെ കാണാം കുട്ടിയാകുന്ന സമയത്ത് 12, 10 ഒക്കെ വയസ്സുള്ള സമയത്തായി സംഭവിക്കുന്നത്. എങ്ങനെ സാധാരണ മനുഷ്യൻ സാധാരണ കുട്ടി എന്നതിനെ പറ്റി പറയാൻ പറ്റുക? ഇതൊക്കെ ചരിത്രമല്ലേ. എന്ന് മാത്രമല്ല ജനിച്ചു വരുന്ന സമയത്ത് തന്നെ കേട്ടോ, ജനിച്ചു വന്നിട്ട് ചെറിയ കുട്ടിയായിട്ട് ഹലീമ ബീവി എന്ന ഒരു മുല കൊടുക്കുന്ന സമയത്തേ അല്ലേ, ഹലീമ ബീവി മുല കൊടുക്കുന്ന സമയത്ത് കണ്ടോ, وَإِذَا أَعْطَيْتُهُ الثَّدِيَ الْأَيْمَنَ شَرِبَ وَإِذَا حَوَّلْتُهُ إِلَى الثَّدِيِ الْأَيْسَرِ أَبَى لِأَنَّ اللَّهَ أَلْهَمَهُ أَنَّ لَهُ أَخًا شَرِيكًا فِي سِرِّ الرَّضَاعَةِ എന്ന് ഹലീമ ബീവി പറയണില്ലേ. എന്താണ് കുട്ടിക്ക് മുല കൊടുക്കുന്ന സമയത്ത് വലത്തെ മുല കൊടുക്കുമ്പോ കുട്ടി കുടിക്കും, ഇടത്തെ മുല കൊടുക്കുമ്പോ കുട്ടി കുടിക്കൂല. എന്താ കുട്ടിക്ക് അപ്പൊ തന്നെ അതിലിനെ പറ്റി നീതിയെ പറ്റിയുള്ള ബോധം ആ കുട്ടിക്ക് അപ്പൊ തന്നെ ഉണ്ടായി. കാരണം എന്താണ്, ആ ഹലീമ ബീവിന്റെ ഒരു മകണ്ട്, ആ മകനും മുല കൊടുക്കണ്ടേ. അപ്പൊ എന്റെ മുല കുടിയിൽ എന്റെ സഹോദരനായ മറ്റൊരുത്തൻ അപ്പുറത്തുണ്ട്, അതുകൊണ്ട് 2 മുലയും ഞാൻ കുടിക്കാൻ പറ്റൂല, ഒരു മുലയെ ഞാൻ കുടിക്കുള്ളൂ തീരുമാനിച്ചു കണ്ട്. അതാണ് വലത്തെ മുല കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിബാ കുട്ടി കുടിക്കും. വൈദാ ഹവ്വൽതുഹു ഇല സദിയിൽ ഐസരി ഇടത്തെ മുലമേൽക്ക് മാറ്റിയാൽ അബാ കുട്ടി വിസമ്മതിക്കും. കാരണം കുട്ടിന്റെ മനസ്സിൽ അതിൽ അപ്പ തന്നെ മനസ്സിൽ നീതി, എന്റെ സഹോദരനും മുല കുടിക്കാൻ കിട്ടണമോ കൊണ്ട് ഒരു മുലയെ ഞാൻ കുടിക്കുള്ളൂ എന്ന് കുട്ടി മുല കൊടുക്കണ കുട്ടിയാണ് സമയത്ത് തീരുമാനിച്ച കുട്ടിയെ പറ്റി. സാധാരണ കുട്ടിയെന്നും സാധാരണ ചെറുക്കൊന്നും സാധാരണ മനുഷ്യനും ഇങ്ങനെ കൂട്ടക്കാരെ പറയാൻ പറ്റുക? ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി തെറ്റായി മനസ്സിലാക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള, ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള റസൂൽ അങ്ങനത്തെ റസൂലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ക്, സ്നേഹം സഹാബത്ത് അങ്ങനെയല്ല കണ്ടത്. സഹാബത്ത് റസൂലുള്ളാഹിനെ എങ്ങനെ കണ്ടത്? സഹാബത്ത് എങ്ങനെ റസൂലുള്ളാഹിനെ കണ്ടത്? സഹാബത്ത് കണ്ടത് ഒരു ഉദാഹരണം പറയാം. വഫാത്തായതിനു ശേഷം, മറ്റുള്ളത് അവിടെ കട്ടെ, വഫാത്തായതിനു ശേഷം പിന്നെ റസൂലിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരിക്കലും ബിലാൽ റളിയല്ലാഹു അൻഹു ഇവിടെ മറ്റേ സിരിയയിലാണ്, സിരിയയിൽ. അപ്പൊ കിനാവുണ്ട് റസൂലിനെ. താരീഖു ദിമിഷ്ക് എന്നൊക്കെയുള്ള കിതാബുകളിലൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്. എന്താ കിനാവ് വേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മാഹാദിയിൽ ജഫൂതി യാ ബിലാൽ, അല്ല ബിലാലെ എന്താ അങ്ങനെ അകന്നു നിൽക്കണത്? അമാ ആനലക്കാൻ തസൂറനി യാ ബിലാൽ, ബിലാലെ എന്നെ കാണാൻ വരാൻ നേരല്ലേ? അപ്പോ ഫന്തബഹ ഖായിഫൻ മുതവജ്ജിലൻ, ബിലാൽ റളിയല്ലാഹു അൻഹു ഞെട്ടി ഉണർന്നു. ഫറകിബ റാഹിലതഹു, ഒട്ടകപ്പുറത്ത് കയറി, എന്നിട്ട് പാഞ്ഞു മദീനത്ത് ചെന്നു, റൗളന്റെ അടുത്ത് ചെന്നു. റൗളന്റെ അടുത്ത് ചെന്നതിന് ശേഷം എന്താ ചെയ്യണത് ബിലാൽ റളിയല്ലാഹു അൻഹു? ഫജഅല യബ്കി, റൗളന്റെ അടുത്ത് എന്നിട്ട് നേരെ ഓടിച്ച് കരയാൻ തുടങ്ങി. മാത്രല്ല വജഅല യുമയ്യിഉ വജ്ഹഹു അല റൗള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളന്റെ മുകളിൽ മുഖമിട്ടിട്ട് ഒരസാൻ തുടങ്ങി. റൗളന്റെ അടുത്ത് നിന്നിട്ട് റൗളനെ മുഖട്ടിട്ട് ഇങ്ങനെ ഒരസ, അസ്വസ്ഥത കൊണ്ട് റസൂലിനെ ഇതിന്റെ ഉള്ളിൽ കിടക്കണതേ അസ്വസ്ഥമായിട്ട് മുഖട്ടിട്ട് ഇങ്ങനെ ഒരസാൻ തുടങ്ങി.
ഹസൻ ഹുസൈനോടെ നിൽക്കുന്നുണ്ട്. ഒരു രണ്ടാളും പിടിച്ചിട്ട് വമ്മഹുമാല സുദിരിഹി മാറോട് അണച്ചു പിടിച്ചാണ് വിളിച്ചാൻ തുടങ്ങി റളിയല്ലാഹു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിനെ എങ്ങനെ ബിലാൽ എന്നവർ കണ്ടത്? റസൂലുള്ളാഹിനെ കിയാവ് കണ്ടു. കണ്ടിട്ട് റസൂലുള്ളാഹിന്റെ റൗദന്റെ അടുത്ത് എന്നിട്ട് എന്താ ചെയ്തത്? ഇന്നത്തെ കാലത്ത് സൗദി അറേബ്യയിൽ ഭരിക്കണത് വേറൊരു കൂട്ടക്കാരാ അല്ലേ, വഹാബികളുടെ ഭരണമല്ലേ ഇപ്പൊ അവിടെ കാണപ്പോ ചെന്നുകാണ്ട് റസൂലുള്ളാഹിന്റെ റൗദന്റെ അടുത്ത് നിന്നാണ്ട് ഈ നൃത്തം നിർന്നാണ്ടല്ലോ ഇതിന് പോരാൻ പറ്റൂല, മുതമൃത്ത് കൂടി തല്ല് വരും. ബിലാൽ റളിയല്ലാഹുവിനെ എങ്ങനെ കണ്ടു റസൂലുള്ളാഹിനെ? അങ്ങനെ കാണണ്ടേ? ലമ്മാ റൂമിത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഅത്ത് ഫാത്തിമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്തതിനു ശേഷം ഫാത്തിമ ബിവി വന്നു. ഫഅഖദത് ഖബ്ലതൻ മിൻ തുറാബി ഖബരിഹി, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് കൂടി മണ്ണ് വാരി. എന്നിട്ട് ഫവളഅതു അലാ ഐനി, കണ്ണും വരി വെച്ചിട്ട് ഫജഅലത് തബ്കി, ഫാത്തിമ ബിവി കരയാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്ത് കൊടുത്ത് വന്നിട്ട് അവിടുത്തെ മണ്ണെടുത്തിട്ട് കണ്ണും വെച്ചുകൊണ്ട് നൂറുവിളിച്ചാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ സഹാബത്ത് റസൂലുള്ളാഹിനെ കണ്ടത്. ഇങ്ങനെ കാണുന്നുണ്ടോ? ബാക്കിയുള്ളവർ കാണുന്നുണ്ടോ? റസൂലുള്ളാഹിനോട് അകലമുണ്ടാക്കാൻ ശ്രമിക്കുകയല്ലേ മുസ്ലിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് അകൽച്ചയുണ്ടാക്കാൻ ശ്രമിക്കുക. ഒമയുശാഖിഖ് റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം വെളിവായതിനു ശേഷം അള്ളാഹുവിന്റെ റസൂലുമായിട്ട് അകൽച്ചയുണ്ടാക്കിയാൽ വയസ്തബിയായ സബീലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾ നിലനിന്ന് തുറന്നു പോരുന്ന വഴിയിൽ നിന്ന് മാറി ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നുവല്ലിഹി മാ തവല്ല, ഓൻ തിരിഞ്ഞുകൊടുക്കാൻ തിരിച്ചുവിടും. നമ്മളുക ഓനെ എവിടുക്കാൻ തിരിഞ്ഞേച്ചാ ഓ വഹാബിയായ വഹാബിക്കാൻ തിരിച്ചുവിടുന്ന, എവിടുക്കാൻ ഓൻ തിരിഞ്ഞുകൊടുക്കാൻ വിടും. അള്ളാഹ് പറയുന്നത് ഖുർആനിലെ റസൂലുമായി അകൽച്ചയുണ്ടാക്കാൻ ശ്രമിച്ചാൽ അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? നബി എന്ന് പറഞ്ഞാൽ ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനുകളുമായിട്ട് അവരവരുടെ മനസ്സിനേക്കാൾ അടുത്തവൻ. ആത്മാ റസൂലുള്ളാഹിനോട് അടുപ്പമുണ്ട് എന്നാണ് അള്ളാഹ് ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അങ്ങനെ റസൂലുള്ളാഹിനെ പറ്റി പഠിപ്പിച്ചത്. അങ്ങനെ അടുപ്പമുള്ള റസൂലുമായി അകൽച്ചയുണ്ടാക്കാനുള്ള ശ്രമം. റസൂലുമായി അടുക്കാൻ എന്ത് ചെയ്യണം? നമ്മളെ റസൂലുള്ളാഹിനോട് അടുക്കണമെങ്കിൽ സലാത്ത് ചെല്ലണം. അള്ളാഹിനോട് അടുക്കാൻ വേണ്ടി സലാത്ത്, റസൂലിനോട് അടുക്കാനും സലാത്ത്. അള്ളാഹിനോട് അടുക്കാൻ നിസ്കാരം എന്ന സലാത്ത്, റസൂലുള്ളാഹിനോട് അടുക്കാനോ സല്ലല്ലാഹു അലൈഹി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ സലാത്തില്ലേ, രണ്ടിനും അല്ലാഹു തആല സലാത്ത് വെച്ചിരിക്കുന്നത്. ഇന്നല്ലാഹു മലായികത്തു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ, സലാത്തിലെന്നാ. എങ്ങനെ സലാത്തലുണ്ടോ? ബാക്കിയുള്ളൊരു സലാത്തലുണ്ടോ? സലാത്തലാണെങ്കിൽ എന്ത് വേണം? അതിനുള്ള അവസരം ഉണ്ടാക്കണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന അള്ളാഹിനെ എത്തിക്കത്തൂല. പ്രാർത്ഥന പഠിച്ചോണ്ട് എത്തുകൂല സലാത്തിലിട്ടുണ്ടെങ്കിൽ. ഇന്ന ദുആ ലാ യസ്അദു ഇല സമാഇ വലാ യൻസിലു ഇലൽ അർളി ഹത്താ തുസല്ലി അലാ നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ സലാത്ത് ചെല്ലാതെ ദുആ മേപ്പിട്ടും പോവില്ല കീപ്പിട്ടും പോവില്ല. രണ്ടും മേപ്പിട്ടും കീപ്പിട്ടും പോവില്ല എന്നാണ്. ഭീമൻ സ്വർഗത്തിൽ പോയ മാതിരി, ഭീമൻ സ്വർഗത്തിൽ പോയ മാതിരി. ഭീമൻ സ്വർഗത്തിൽ പോയി ഇത്രേ ഒരിക്കലേ ഭീമനെ കേട്ടിട്ടില്ല നിങ്ങള്? ഭീമൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു ഭീമല്ലേ, ഭയങ്കര ശക്തനായിട്ടുള്ള ഒരു ഭീമൻ. പഞ്ചപാണ്ഡവന്മാരുടെ കൂട്ടത്തില് ഭീമന് ഭയങ്കര അഹങ്കാരം. അപ്പൊ ശ്രീകൃഷ്ണൻ തീരുമാനിച്ചു തരേ ഭീമന്റെ അഹങ്കാരം ഒന്ന് കുറക്കണം. അതിന് സ്വർഗത്തിലേക്ക് പറഞ്ഞു, സ്വർഗത്തിലേക്ക് മാറും. സ്വർഗത്തിൽ ചെന്നപ്പോ സ്വർഗത്തിലെ അപ്സരസുകൾ കടന്നുറങ്ങണ്ട് പോകാതിരിക്കേ. അപ്സരസുകളാണ് കൂർക്കം ധരിച്ചപ്പോ ഭീമ മുഖിയൂടെ കയറി. മുഖിയൂടെ കയറിയിട്ട് മേപ്പിട്ടും കീപ്പിട്ടും മേപ്പിട്ടും കീപ്പിട്ടും അങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചുമ്പോഴേക്കും അങ്ങോട്ട് വെച്ചുമ്പോഴും ഇങ്ങോട്ട് വരൂലേ. അപ്പൊ മേപ്പിട്ടും കീപ്പിട്ടും ഇങ്ങനെ പോവാ. അതിന് ശ്രീകൃഷ്ണനെ അവിടെ എത്തിത്രേ. അപ്പൊ ശ്രീകൃഷ്ണൻ വിളിച്ചു നോക്കി അപ്സരസുകളെ. അപ്പൊ അപ്സരസ് ഒന്നിട്ട് തുമ്പിയപ്പോ ഭീമൻ പുറത്തേക്ക് പോകും. അപ്പൊ ഭീമന് മനസ്സിലായി നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ, അഹങ്കാരമൊന്നും വേണ്ടാന്ന് മനസ്സിലായി. അഹങ്കാരം പോയി എന്നാ. അപ്പൊ ഭീമ മൂക്കിൽ വട്ട മാതിരി ഉണ്ടാവും. സലാത്ത് ഇന്ന സല ഇന്ന ദ്വാല യേസാദുരസമായി ആകാശത്തേക്ക് കയറി പോവില്ല. ഒരാ എൻസിലും ഈ ഭൂമിക്ക് ഇറങ്ങൂല. അത്താ തുസല്ലി ആലാ നബീക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് ചെല്ലാതെ. ഈ സലാത്ത് എവിടെ നമ്മൾ കാണലേ? ഈ സലാത്ത് എവിടെ കാണലേ? അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പരിപാടികളിലും പള്ളിക്കലും എല്ലാവർക്കും ഈ സലാത്ത് ഉണ്ടാവും. അതേസമയത്ത് ബാക്കിയുള്ളവരുടെ ഇടയിൽ ഈ പരിപാടി ഉണ്ടാവില്ല. പള്ളിക്കലങ്ങളുടെ എവിടെയും സലാത്തിലുണ്ട്, റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്തിലുണ്ട്. റസൂലുമായി അടുക്കണ്ടേ? റസൂല് നമ്മളെ മാക്കാനല്ലാഹു യുഅദ്ദിബുഹും വഅൻത ഫീഹിം വമാക്കാനല്ലാഹു മുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുകയില്ല. അങ്ങ് അവർക്കിടയിൽ ഉണ്ടാവുമ്പോ, റസൂല് നമ്മളിടയിൽ ഉണ്ടാകുമ്പോ, റസൂല് നമുക്കിടയിൽ ഉണ്ടാകുമ്പോൾ അല്ലാഹു തആല നമ്മളെ ശിക്ഷിക്കുക. അപ്പൊ റസൂല് നമ്മളെ ഇടയിൽ വേണം, നമ്മൾ ഒപ്പം വേണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് തൊട്ടടുത്തുള്ള ആൾക്ക് പറയുമ്പോൾ നമ്മൾ നിസ്കാരത്തിൽ പറയല് അല്ലേ? അസ്സലാമു അലൈഹി എന്നല്ല പറയുന്നത്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഏ നബി അങ്ങേക്ക് സലാം. മുമ്പിലുള്ള ആൾക്ക് അസ്സലാമു അലൈക്കും എന്ന് പറയും പോലെ തന്നെയല്ലേ നമ്മൾ പറയുന്നത്. അത് റസൂലുള്ളാഹിയുമായിട്ടുള്ള അടുപ്പം കൊണ്ടാണ്. ഈ അടുപ്പൊക്കെ ഇല്ലാതാക്കാനുള്ള പരിപാടി റസൂലുമായി അകൽച്ചയുണ്ടാക്കുകയും അങ്ങനെ അള്ളാഹിനോട് അടുക്കാൻ എന്തിനാ റസൂലിനോട് അകറ്റുന്നത്?
അല്ലേ? സഹാബത്ത് എങ്ങനെ കണ്ടു എന്നല്ലേ നമ്മൾ കാണേണ്ടത്. ആ രീതിയിലുള്ള കാഴ്ച ബാക്കിയുള്ള പ്രസ്ഥാനക്കാരെടുത്ത് റസൂലിന്റെ നേരെയില്ല, റസൂൽ തെറ്റ് ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പഠിപ്പിക്കുക ചെയ്യണത്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ സ്നേഹം ഉണ്ടാവില്ല, ഉള്ള സ്നേഹം തന്നെ കുറെ ചെയ്യുക. അപ്പൊ നമ്മൾ ഒരു പീടിയിൽ പോയിട്ട് നല്ല കുപ്പായം എടുത്തുകൊണ്ട് ആ കുപ്പായം ഏറ്റവും നല്ല കുപ്പായാന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ബില്ലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുപ്പായത്തുമേലെ ഓട്ട കണ്ട അതുവരെ തോന്നിയ ഇഷ്ടമൊക്കെ പോയില്ല. പിന്നെ അല്ലേ, ഓട്ടൻ കാണുന്നതോടുകൂടി ഡാമേജും കാണുന്നതോടുകൂടി അതുവരെ തോന്നി സ്റ്റൊക്കെ പോകും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല യാസീൻ എന്ന് പരിചയപ്പെടുത്തി, യാസീൻ എന്ന് പരിചയപ്പെടുത്തി. ഏറ്റവും പൂർണ്ണനായിട്ടുള്ള മനുഷ്യനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിയിട്ട് ആ റസൂലിനെ പറ്റി അവിടെ തെറ്റുണ്ട് ഇവിടെ തെറ്റുണ്ട് എന്നൊക്കെ റസൂലിനെ പറ്റി പറഞ്ഞാൽ പിന്നെ എങ്ങനെ സ്നേഹം വരിക, പിന്നെ എങ്ങനെ ഇഷ്ടം വരിക, പിന്നെ എങ്ങനെ സലാത്തില്ലാന്ന് തോന്നുക? അള്ളാന്റെ റസൂലിനോടുള്ള സ്നേഹം, അള്ളാന്റെ റസൂലിനോടുള്ള സ്നേഹവും അവിടുത്തോട് നമുക്ക് അടുപ്പവും ഉണ്ടാവുന്നില്ലെങ്കിൽ നേരത്തോടെ സൂചിപ്പിച്ചില്ലേ, ഈമാൻ പൂർത്തിയാകണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും സ്നേഹമുള്ളവനാവണം എന്ന് റസൂല് പറഞ്ഞു. എങ്ങനെ സ്നേഹം ഉണ്ടാകുക? റസൂലിനോട് എങ്ങനെ സ്നേഹം ഉണ്ടാകുക? റസൂലിനെ അറിയണം, അടുക്കണം, മനസ്സിലാക്കണം, അപ്പോഴൊക്കെ സ്നേഹം ഉണ്ടാവുള്ളൂ. എന്നിട്ട് റസൂലിനോട് ഇടക്കിടക്ക് സലാത്ത്, റസൂലിന്റെ പേരിന് കേൾക്കുമ്പോൾ നമുക്ക് സലാത്തിന് പേരിന് എപ്പോഴാ സ്നേഹം ഉണ്ടാവുമ്പോഴാണ് വരിക. ഇല്ലെങ്കിൽ അതും അല്ലാതെ വരുമൊന്നുമില്ല. അവനാന്റെ പാർട്ടി ജംഷീന്റെ ജന്മദിനം കൊണ്ടാടാൻ വിഷമുണ്ടാവൂല, റസൂലുള്ളാഹിന്റെ ജന്മദിനം കൊണ്ടാടാൻ വിഷമുണ്ടാവും. അത് അപ്പോഴാണ്ടാകുക നോക്കാണി അല്ലേ? 100ാമത്തെ നവോത്ഥാനത്തിന്റെ 100ാം വാർഷികം കൊണ്ടാടണില്ലേ? നവോത്ഥാനത്തിന്റെ 100ാം വാർഷികം കൊണ്ടാടുക അതിന്റെ അർത്ഥം എന്താണ്? സ്വന്തം പ്രസ്ഥാനം പ്രവർത്തിക്കാൻ തുടങ്ങിയതിന്റെ 100ാമത്തെ ജന്മനാളല്ലേ കൊണ്ടാടുന്നത് അല്ലേ? 100ാമത്തെ ജന്മനാൾ 100ാമത്തെ വാർഷികം കൊണ്ടാടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പഠിപ്പിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്, ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്, അലിയോടെ പഠിപ്പിച്ചത്, ഉസ്മാൻ എന്നവരോടെ പഠിപ്പിച്ചത്, ഷാഫി ഇമാമയെ പഠിപ്പിച്ചിരുന്നോ? നവോത്ഥാനത്തിന് 100ാം വാർഷികം എന്ന് പറഞ്ഞാൽ മക്തി തങ്ങൾ പ്രബോധനം ചെയ്യാൻ തുടങ്ങിയതിൻ്റെതാ പറയണ്ടേ. മക്തി തങ്ങള് ഈ പിന്നെ മുജാഹിദീങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങളുടെ തുടക്കക്കാരൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ 100ാം വാർഷികം എന്നായി പറയുന്നത്. രണ്ട് കാര്യം ചിന്തിക്കണം. ഒന്ന്, 100ാം വാർഷികം കൊണ്ടാടലേ റസൂലുള്ളാഹിന്റെ ജന്മദിനം കൊണ്ടാടാൻ പാടില്ലെങ്കിൽ 100ാം വാർഷികം കൊണ്ടാടാൻ എന്താ തെളിവ്? എന്താ തെളിവ് നമ്മൾ ചോദിക്കണ്ടേ? തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കണ്ടേ? അവനാ ചെയ്യണതിനെ പറ്റി തിരിച്ചൊന്നും ആലോചിച്ച് നോക്കണ്ടേ? അങ്ങനെ പറഞ്ഞാൽ മതിയോ? അവനാ ചെയ്യണതിനെ പറ്റി ഒന്നാണ് ആലോചിക്കണ്ടേ? ഞാൻ മുമ്പ് ഒരിക്കൽ ഒരു സ്ഥലത്തൊരു പരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിരീശ്വരവാദിയുടെ ഒക്കെ ഉള്ള പരിപാടിയാണ്. അപ്പോ ഞാൻ പിന്നെ ഒരു വൈദ്യരുണ്ടായിരുന്നു. വൈദ്യരിങ്ങനെ നാടൻ വൈദ്യര ചികിത്സക്കുള്ള ആളാണ്. അപ്പോൾ വൈദ്യര് പ്രസംഗിച്ചു. മുമ്പര് നിരീശ്വരവാദിയാ. മുമ്പര് പറഞ്ഞു, നിങ്ങൾ ഈ മതപ്രബോധകന്മാർ കുറെ കാലമായല്ലോ അല്ലേ, നിങ്ങൾ പിന്നെ ഈ മതപ്രബോധനവും ധാർമ്മിക പ്രസംഗമൊക്കെ നടക്കുന്നു. എന്നിട്ട് എന്താണ് ഈ തിന്മ ഇല്ലാതാകാത്തത്? തിന്മ പിന്നെയും വർദ്ധിച്ച് വരല്ലേ, നിങ്ങൾക്ക് ഏർപ്പാടൊക്കെ നിർത്തിക്കൂടെ ചോദിച്ചു. പിന്നെ ഞാനാ പ്രസംഗിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറെ കാലമല്ലേ ഈ കഷായവും അരിഷ്ടവും കോയമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട്, എന്നിട്ട് എന്താ രോഗമാണ് ഇല്ലാതാകാതെ? രോഗം പിന്നെയും കൂടി വരികയാണല്ലോ, നിങ്ങൾക്ക് ഇതും നിർത്തിക്കൂടെ ചോദിച്ചു. അതെന്താ വെച്ചാല് അവനാൻ ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചൂല, വേറുള്ളവരെ പറ്റി ആലോചിച്ചു. എന്നിട്ട് നിങ്ങൾ ജന്മദിനം കൊണ്ടാടുന്നു പറഞ്ഞാൽ അബ്ദുൽ മുത്തലിബ് എന്നവർ തുടങ്ങിയതാ. നമ്മൾ നടത്തുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ ജന്മത്തിൽ സന്തോഷിക്കുകയും അതിനുവേണ്ടി സദ്യ ഉണ്ടാക്കുകയോ ചെയ്യുന്നത് റസൂലുള്ള ജനിച്ച ഉടനെ അബ്ദുൽ മുത്തലിബ് എന്നവർ തുടങ്ങിയതാണ്. അബ്ദുൽ മുത്തലിബ് അല്ലെ, ഔലമ അബ്ദുൽ മുത്തലിബ് വലീമത്തൻ അല്ലെ. അബ്ദുൽ മുത്തലിബ് എന്ന ഒരു വലീമത്തൊരു വലിയ സദ്യ ഉണ്ടാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന്റെ 8ാമത്തെ അല്ലെ റബീഉൽ അവ്വൽ 8ാമത്തെ ദിവസമാണ് കൊണ്ടാടിയത്. അവിടെയാണ് ഒട്ടകങ്ങളെ കറുത്തിട്ട് പൊരിച്ചിട്ട് നാട്ടിലുള്ള ആൾക്കാരെ മക്കയിലുള്ളവരൊക്കെ വിളിച്ചു കാണേണ്ട എല്ലാവർക്കും ഇറച്ചി അല്ലെ, നല്ല ഉഷാറായിട്ടുള്ള സദ്യ. മാത്രമല്ല സദ്യ വിളമ്പിയിട്ട് പിന്നത് ബാക്കിയുള്ളത് വഹമലഹാരിൽ വുഹൂഷി എന്ന് പറയുന്ന ചരിത്രത്തില് കാട്ടുമൃഗങ്ങൾക്കും കൊണ്ടേ കൊടുത്തു. മനുഷ്യന്മാർക്ക് കൊടുത്തത് അത് തികയായിട്ട് ജന്തുക്കൾക്കും കൊടുത്തു. അത്ര മനോഹരമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിൽ സന്തോഷിച്ചു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്നവരോട് നാട്ടുകാർ ചോദിച്ചു, അല്ല മാ സമ്മൈത ബിനക്ക്, എന്തേ കുട്ടിക്ക് പേരിട്ടത് ചോദിച്ചു. സമ്മൈതുഹു മുഹമ്മദൻ, ഞാൻ മുഹമ്മദ് എന്നാ പേരിട്ടത്. ലിമ തറക്ത അസ്മാഅൽ ആബായി, എന്തേ പൂർവികരെ പേരൊന്നും ഇടാതെ, നമ്മളെ പാപ്പാരിയൊക്കെ പേരിടാതെ എന്തേ പോയി ഈ പരിചയമില്ലാത്ത ഒരു പുതിയ പേരിങ്ങനെ ഇട്ടത്? അപ്പൊ എന്താ അബ്ദുൽ മുത്തലിബ് എന്നവര് പറഞ്ഞത്? ലികൈ യഹ്മദഹാ മൻ അല ജമീഉ മൻ അലൽ ഗബ്റാ, ഈ ഭൂമുഖത്തുള്ളവർ മുഴുവൻ എന്റെ മകനെ വാഴ്ത്തണം. അബ്ദുൽ മുത്തലിബ് എന്നവർ അന്നേ മനസ്സിലാക്കി, എന്റെ കുട്ടി സാധാരണ കുട്ടിയല്ല, ഈ ജനിച്ചിരിക്കുന്ന കുട്ടി, ഈ കുട്ടി സാധാരണ കുട്ടിയല്ല എന്ന് മനസ്സിലാക്കി. അതിന് തെളിവുണ്ട്. എന്താ വെച്ചാലേ കേട്ടോ, അബ്ദുള്ള എന്നവരെ അറേബ്യയിലെ ഏറ്റവും സുന്ദരനായി,
അറേബ്യയിൽ ഏറ്റവും സുന്ദരൻ സുമുഖനായിട്ടുള്ള അബ്ദുള്ള. അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ചെറുപ്പക്കാർക്കൊക്കെ അബ്ദുള്ളാനെ കിട്ടണം എന്നുള്ള മോഹം. അങ്ങനെ ഒരു ഫാത്തിമ എന്ന പേരിലൊരു പെണ്ണ് അബ്ദുള്ളാനെ പ്രേമിച്ചു എന്ന് തന്നെ പറയണം. എന്നിട്ട് കിട്ടണം എന്ന് പറഞ്ഞ അബ്ദുള്ള എന്നവരോട് വിവാഹാഭ്യർത്ഥനയൊക്കെ നടത്താനൊക്കെ വരലൊക്കെ തുടങ്ങി. അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്നവര് ആമിന ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കെട്ടിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ചു. ഗർഭം ധരിച്ചതിന് ശേഷം ഒരിക്കൽ അബ്ദുള്ള എന്നവരെ ഈ ഫാത്തിമ എന്ന പെണ്ണ് കണ്ടു. ഫാത്തിമ നേരത്തെ അബ്ദുള്ളാനെ കണ്ടിട്ട് അബ്ദുള്ളാന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി അബ്ദുള്ളയോട് അനുരാഗം വെച്ചു പുലർത്തി അബ്ദുള്ളയെ കല്യാണം കഴിക്കണമെന്ന അഭ്യർത്ഥന നടത്താൻ മാത്രം വന്ന പെണ്ണാണ് ഫാത്തിമ. പക്ഷേ ആമിന ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ചതിന് ശേഷം അബ്ദുള്ള എന്നവരെ ഇതേ ഫാത്തിമ കണ്ടപ്പോ ഒരു താല്പര്യം തോന്നിയില്ലെന്ന് മാത്രമല്ല, എന്തേ മാ അസാബക യാ അബ്ദുല്ലാ, എന്തേ പറ്റിയത്? കാരണം എന്താ? അബ്ദുള്ള എന്നവരുടെ നെറ്റിത്തടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമുണ്ടായിരുന്നു. ആമിന ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ചതോടുകൂടി അബ്ദുള്ള എന്നവരിൽ നിന്ന് ആ പ്രകാശം ആമിന ബീവിയിലേക്ക് നീങ്ങിയപ്പോ അബ്ദുള്ള എന്നവര് പിന്നെ ഈ പെണ്ണിന് താല്പര്യം തോന്നാതായി. ഇതൊക്കെ തെളിവുകൾ അവരൊക്കെ കാണുന്നതല്ലേ ഇതൊക്കെ. അങ്ങനെ എന്റെ മോനെ എല്ലാവരും വാഴ്ത്തണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഈ മുഹമ്മദ് എന്ന് പേരിട്ടത്. മുഹമ്മദി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മുഹമ്മദി എന്ന വാക്കിന്റെ അർത്ഥം വാഴ്ത്തപ്പെടുന്നവൻ എന്നാ അല്ലെ? ഹംദ്, അൽഹംദുലില്ലാ എന്ന ഹംദ് എന്ന അതേ മൂലധാതുവിൽ നിന്ന് വരുന്ന വാക്കല്ലേ ഹംദ്. മുഹമ്മദ് എന്ന വാക്ക്, മുഹമ്മദി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വാഴ്ത്തപ്പെടുന്നവൻ എന്നാ. അപ്പൊ റസൂലുള്ളാഹിനെ വാഴ്ത്താൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാഴ്ത്തപ്പെടേണ്ടവനെ വാഴ്ത്താൻ പറ്റൂല എന്നല്ലേ? അല്ലെ? വാഴ്ത്തപ്പെടേണ്ടവനെ വാഴ്ത്താൻ പറ്റൂല എന്നല്ലേ അർത്ഥമുള്ളൂ. റസൂലുള്ളാഹിനെ വാഴ്ത്തരുത് അറിയാം. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാഴ്ത്തുന്നതിന് എന്തിനാ അതിര് വെക്കണത്? നിങ്ങൾ ഒരിക്കലും തന്നെ അഹ്മദ് ബിസൻ ഈ ബറാദർ വാറഹദ് അബൂ ജഹലതൻ അഹ്മദ് ബിസൻ ഈ ബറാദർ വാറഹദ് അബൂ ജഹലതൻ. നിന്റെ ശരീരമാവുന്ന അബൂജഹലിൽ നിന്ന് നിനക്ക് വിടുതി കിട്ടണമെങ്കിൽ, മുക്തി കിട്ടണമെങ്കിൽ നീ നിന്റെ കൈ അഹദിലേക്കും അഹമ്മദിലേക്കും ചേർത്ത് വെക്കുക. അഹദിലേക്ക് മാത്രം ചേർത്ത് വെച്ചാൽ പോരാ, അഹമ്മദിലേക്കും ചേർത്ത് വെക്കുക. ഇതാ അഹദും അഹമ്മദും തമ്മിൽ വ്യത്യാസം. അഹദിൽ മീമില്ല, അഹമ്മദിൽ മീമുണ്ട്. മീമ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൂചിപ്പിക്കുന്നതാണ്. അല്ലെ? എനിക്കൊരറിയ ഭാഷ അറിയാം. എനിക്കറിയുന്ന ഭാഷയിലൊക്കെ മീമ് എന്ന വാക്കുണ്ട്, ഒരു മകാരമുണ്ട്. മനുഷ്യൻ എന്ന അർത്ഥത്തിൽ വരുന്ന എല്ലാ വാക്കിന്റെ ആദ്യത്തിൽ ഒരു മകാരം, ആ ശബ്ദം കാണാൻ സാധിക്കും. മനുഷ്യൻ മീമില്ലേ? മർത്യൻ മീമില്ലേ? മനുതൻ തമിഴന്മാരൊക്കെ പറയണ മീമില്ലേ? മർ അറബിയില് മീമില്ലേ? മാൻ ഇംഗ്ലീഷില് മീമില്ലേ? മർദ് പേർഷ്യക്കാരും ഉർദുക്കാരും ഒക്കെ പറയും മർദ്, മീമില്ലേ? അപ്പൊ മീമ് എന്തിനെ സൂചിപ്പിക്കുന്നു? മനുഷ്യനെ സൂചിപ്പിക്കുന്നു. അതാണ് അഹദും അഹമ്മദും തമ്മിലുള്ള വ്യത്യാസം. അഹദിൽ മീമില്ല, അള്ളാഹു ആണ്, അഹദ് ആണ്. മറ്റത് മനുഷ്യൻ ആണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ മനുഷ്യൻ എന്ന് മനസ്സിലാക്കിയിട്ട് ആ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ മനസ്സിലാക്കുക. പിന്നെ ബാക്കിയുള്ളതാണ് അബ്ദുഹു റസൂലുഹു. എന്നെ നിങ്ങൾ അള്ളാഹിന്റെ അബ്ദു എന്നുള്ള നിലക്ക് കാണണം. ഈ അബ്ദു എന്ന നിലക്ക് കണ്ടുകൊണ്ട് റസൂലുള്ളാഹി നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കണം. അള്ളാഹിനെ പറ്റി പറയുന്ന ഒരു ഒത്ത കടങ്ങളാണ്. നരകത്തിലേക്ക് ചെല്ലുന്ന സമയത്തെ കുല്ലമാ ദഖലൂ ഫിഹാ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ എന്നാ ചോദിക്കുക. അല്ലെ? നരകത്തിൽ പറക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്ന ചോദ്യം എന്തേക്കാരം? നിങ്ങൾക്ക് തൗഹീദ് ഉണ്ടായിരുന്നോന്നല്ല ചോദിക്കുക. അലം യഅതികും നദീർ, അല്ല റസൂല് വന്നീന്നില്ലേ, മുന്നറിയിപ്പുകാരൻ വന്നീന്നില്ലേ, റസൂല് വന്നീന്നില്ലേ എന്നാ ചോദിക്കുക. അപ്പൊ റസൂല് വന്നീന്നില്ലേ എന്നുള്ള ചോദ്യം ആ ചോദ്യം അഭിമുഖീകരിച്ചിട്ട് അങ്ങോട്ട് നരകത്തിൽ കാട്ടെ സ്വർഗത്തിൽ കാവട്ടെ ഇവിടുത്തെ പോവുകയാണെങ്കിൽ നദീർ അവിടെ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അടുപ്പവും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ? ജൂതന്മാർക്ക് ഇപ്പൊ എന്താ അള്ളാഹുവിന്റെ വിശ്വാസത്തിന് ഒരു കുഴപ്പമില്ല, റസൂലല്ലേ ഇല്ലാത്തത്? അല്ലെ? നമ്മുടെ നാട്ടിലുള്ള ഒരു സിക്കേരില്ലേ, സിക്കേർക്ക് തൗഹീദുണ്ട്. താടികള് നിൽക്കുമതക്കാരില്ലേ? ജിസ് വതൻ മേ നാനക് ने तौहीद का दीन सिखाया मेरा वतन वही है मेरा वतन वही है എന്നാണ് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞിരിക്കുന്നത്. സിക്കേറെ സംബന്ധിച്ചാ പറഞ്ഞത്. ജിസ് വതൻ മേ നാനക് ने तौहीद का दीन सिखाया मेरा वतन वही है मेरा वतन वही है. ഏതൊരു രാജ്യത്താണ് ഗുരുനാനക്ക് തൗഹീദിന്റെ ദീൻ പഠിപ്പിച്ചത്, എന്റെ രാജ്യം അതാണ്. ഒരുക്കുണ്ട് തൗഹീദ്. ഇല്ലാത്തത് എന്താ? റസൂൽ അല്ലാത്തത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പരിശുദ്ധ ഖുർആൻ നമുക്ക് എങ്ങനെ
ഞാൻ മനസ്സിലാക്കി തരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് പോരുന്നതിന്റെ മുമ്പൊക്കെ ഉണ്ട്. അവിടെ ഒരിക്കലേ ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗത്തിലെ പഴം തിന്നതിന് ശേഷം അല്ലെ, സ്വർഗത്തിലെ പഴം തിന്നതിന് ശേഷം ആദം നബി അലൈഹി ഇസ്ലാം തൗബ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ ആദം നബി അലൈഹി ഇസ്ലാം അള്ളാഹിനോട് പറയണേ, ലൈൻ സഅൽതുക ബി മുഹമ്മദിന്റെ ഗഫർതലി, അല്ല മുഹമ്മദിന്റെ പേരിൽ ഞാൻ ചോദിച്ചാൽ എനിക്ക് കൊടുത്തു തരൂലേ. അപ്പൊ അള്ളാഹു തആല ചോദിച്ചു, കൈഫ അറഫ്ത മുഹമ്മദൻ, അല്ല എങ്ങനെ ഇപ്പൊ മുഹമ്മദിനെ പരിചയപ്പെട്ടത്, എങ്ങനെ മുഹമ്മദിനെ പരിചയപ്പെട്ടത്? അപ്പോ ആദം നബി അലൈഹി ഇസ്ലാം പറയുന്നത് എന്താ, ലമ്മ ഖലഖതനി ബി യമീനിക നളർതു ഇലാ അർശിക, എന്നെ നീ സൃഷ്ടിക്കുന്ന സമയത്ത് നിന്റെ അർശിലേക്ക് ഞാൻ നോക്കി. അപ്പോ റഅയ്തു അലാ ഖവായിമിൽ അർശി മക്തൂബൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അർശിന്റെ കാലുമേൽ എഴുതിയതായിട്ട് ഞാൻ കണ്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതിയത് കണ്ടു. അപ്പോ നീ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ പേരല്ലേ നിന്റെ പേരിന്റെ കൂടെ എഴുതുക. അങ്ങനെ ഞാൻ മനസ്സിലാക്കി നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് മുഹമ്മദ് മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാന് നിന്നോട് മുഹമ്മദിന്റെ പേരിൽ ചോദിക്കുന്നത്. അപ്പൊ അള്ളാഹു തആല സദഖത്തെ ആദം, സത്യമാണ് പറഞ്ഞത് ആദം നബിനോട് പറഞ്ഞാണ്ട് അള്ളാഹു തആല പുറത്തു കൊടുക്കും ചെയ്യുന്നല്ലേ. അപ്പൊ ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണേണ്ടത്. അത് ഒരിക്കലും തന്നെ റസൂലിന്റെ മഹത്വം മനസ്സിലാക്കൽ ഒരിക്കലും തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസമാകുന്ന തൗഹീദിന് വിപരീതമല്ല. റസൂലിനെ റസൂലായിട്ട് കാണുക, അള്ളാഹുവിനെ അള്ളാഹുവായിട്ട് കാണുക. അള്ളാഹ് ശിർക്ക് ഒരിക്കലും അള്ളാഹു തആല പൊറുക്കുന്ന സംഗതിയല്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും പൊറുക്കൂല, ബാക്കിയൊക്കെ അള്ളാഹു തആല പൊറുക്കുന്ന പറയുന്നത്. അപ്പൊ തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അള്ളാഹുവായിട്ട് മനസ്സിലാക്കുക, അവന്റെ മഹത്വം മനസ്സിലാക്കുക, അവന്റെ സിഫത്തുകൾ മനസ്സിലാക്കുക, അവനെ സർവശക്തനായി എല്ലാ നിലക്കും സമതായിട്ട് മനസ്സിലാക്കുക. അള്ളാഹു ആരെയും ആശ്രയിക്കാത്തവൻ, ബാക്കിയുള്ളവരൊക്കെ ആശ്രയിക്കുന്നവരാണ്. അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യു, അതാണ് വ്യത്യാസം. അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹനെ വേണം, പക്ഷെ വല്ലാഹു ഹുവൽ ഗനിയ്യു, അള്ളാഹ് സ്വാശ്രയനാണ്. അള്ളാഹ്ക്ക് വേറെ ആരെയും വേണ്ട, ഇങ്ങോട്ട് വേണ്ട. ഈ വിശ്വാസമല്ലേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിക്കുന്നത്. നിങ്ങൾ നോക്കി, മമ്പറത്ത് പോയി ഇങ്ങോട്ട് വരിക ഒരു തള്ള, ഒരു വയസ്സത്തിൽ മമ്പറത്ത് പോയിട്ട് വരാം. എവിടുന്നാ മാമ നിങ്ങൾ വരുന്നത്? ഞാൻ കുട്ടിയെ മമ്പറത്ത് പോയിരുന്നു. എന്തിയപ്പോ അവിടെ പോയത്? ഇച്ചു പോലെ സങ്കടത്തോടെ പറയാണ്ടായിരുന്നു. അതപ്പോ അവിടെ പറഞ്ഞിട്ട് എന്താ അള്ളാഹ് ഇതിനുള്ള കഴിവൊന്നും ഒഴിവ് കൊടുത്തിട്ടില്ലേ, അള്ളാഹ് വല്ല വലിയതാക്കിയിട്ടില്ലേ എന്തേ മാമ ചോദിക്കുള്ളൂ. അല്ല മമ്പുറത്തൊരു പറിച്ചു കൊണ്ടുവന്നു. അള്ളാഹിനോട് അവന്റെ കഴിവിലോ അവന്റെ ദാത്തിലോ അവന്റെ സിഫാത്തിലോ പങ്കാളിത്തമുള്ള ഒരാൾ അവിടെ കുതിരിക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് ആരാ പറയാം അല്ലേ? വളരെ സിമ്പിളല്ലേ കാര്യം. അപ്പൊ ഒരിക്കലും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹുവിനെ പരമശക്തിയായിട്ട് കാണുന്നു. ബാക്കിയൊക്കെ അള്ളാഹിന്റെ ചുവട്ടിൽ മറ്റു അള്ളാഹു ആണ് എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ. ഉടമസ്ഥതയിൽ പങ്കാളിത്താകലപ്പെടാം. ഇപ്പൊ നമ്മൾ ഒരാൾ കെട്ടിടത്തിൽ പാർക്കുന്നുണ്ട്, ഒരാളെ കെട്ടിടത്തിൽ നമ്മൾ കച്ചവടം ചെയ്യുന്നുണ്ട്, പാർക്കുന്നുണ്ട്, അയാളാണ്ട് വരുന്നതന്നല്ല, നമ്മളാണത് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അയാളുടെ ഓണർഷിപ്പിൽ നമുക്ക് പങ്കാളിത്തം ഉണ്ടാവണില്ലല്ലോ. എന്തുകൊണ്ടാണ് പങ്കാളിത്തം ഇല്ലാതിരിക്കണത്? മൂപ്പര് ഒന്നാണ്ട് ഇറങ്ങിക്കളാ പറഞ്ഞാൽ നിർത്തേണ്ടി വരും. അതിനെ ഇറങ്ങിക്കളാ ഇനി മതി എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തണം. നമ്മൾ ഉപയോഗിക്കണുണ്ട്, അയാൾ ഉപയോഗിക്കണതിനേക്കാണ്, കാരണം അയാൾ ഉപയോഗിക്കാൻ വരുന്നതന്നെയല്ല, നമ്മളിത് എന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അയാൾക്കാണ് ഓണർഷിപ്പ് ഉള്ളത്, അത് നമുക്ക് പങ്കാളിത്തല്ല. അതുകൊണ്ട് നമുക്ക് അയാൾ വെക്കണ പരിധി നമുക്ക് പാലിക്കേണ്ടി വരും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ മറ്റാർക്കും അതുപോലത്തെ അള്ളാഹുവിന്റെ ഇതുപോലത്തെ കഴിവില്ല. കാരണം അള്ളാഹ് കൊടുത്ത കഴിവാണുള്ളത്, ദാത്തിയായ കഴിവല്ല, അതായിയായ കഴിവാണ്. അള്ളാഹുവിന്റെ നാട്ടിലാവും അവന്റെ ശക്തിയും എല്ലാ കാര്യങ്ങളും ഉള്ളത്. പക്ഷെ നമുക്ക് അള്ളാഹു തആല തന്നാണ്ടാവും, ഇല്ലെങ്കിൽ അത് ആർക്കാണെങ്കിലും അങ്ങനെ തന്നെ. അത് എത്ര വലിയ ആളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്താൽ ഉണ്ടാവും. അത് കൊടുക്കും ചിലർക്കും എന്നുള്ളതാണ് നമ്മൾ കാണാൻ പറ്റാതിരിക്കുന്ന ചില ആൾക്കാർക്ക് അല്ലേ. മൻ അഖ്ലസ ലില്ലാഹി 40 ലൈലതൻ തഖ്റുജു മിൻഹു യനാബിഉൽ ഹിക്മതി. അള്ളാഹുവിന് വേണ്ടി 40 ദിവസം ഒരാൾ അള്ളാഹിനെ തന്നെ വിചാരിച്ച് ധ്യാനിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? അയാളിൽ നിന്ന് ഹിക്മത്തിന്റെ ഉറവുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു തആല പ്രത്യേകമായിട്ടുള്ള ഹിക്മത്ത് അവർക്ക് കൊടുക്കും. എന്താ? അള്ളാഹിനെ തന്നെ വിചാരിച്ചിട്ട്. അതാണ് ഔലിയാക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള കഴിവും മഹത്വമുള്ളവരാ ഔലിയാക്കന്മാരെ. എന്താണ്? അലായിന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നല്ലേ ഔലിയാക്കന്മാരുടെ പ്രത്യേകത. ഖൗഫുല്ല ഹുസ്നുല്ല, ഇതാ ഔലിയാക്കന്മാരെ പ്രത്യേകത. ഔലിയാക്കന്മാരാണ് കൂട്ടരില്ല എന്നറിയാം. ഖൗഫുല്ല ഹുസ്നുല്ല, ദുഃഖവുമില്ല ഭയവുമില്ല. നമുക്കൊക്കെ പേടിയില്ലേ? നമ്മൾ ഇതിലേക്ക് വന്നുകാണ്ട് ഔലിയാക്കന്മാരില്ലാന്ന് ഒരുത്തം വന്നുകാണ്ട് ഔലിയാക്കന്മാരൊന്നും ഇല്ല വെറുതെ പറയല്ലേ എന്ന് പറയുന്ന സമയത്ത് ഈ ചേലക്കാരെ തൈക്കുവാറിനാണ്ട് ഓനെ ഓങ്ങിയ ഓൻ പേടിച്ചു കൊണ്ടൂലേ? ഓന് പേടിയുണ്ടേ. ഔലിയാക്കന്മാർക്ക് പേടിയുണ്ടാവില്ല.
അതാ എല്ലാവരും ഔല്യന്നെയാണെന്ന് പറയുന്നത് എങ്ങനെ? ഔലിയാക്കന്മാർക്ക് പേടി ഉണ്ടാവില്ല, അവർക്ക് ഹൗഫ് ഉണ്ടാവില്ല. അങ്ങനെയല്ലേ എത്രയോ ആളുകളെ നമുക്ക് അനുഭവം പരിചയം. നമ്മളെ നാട്ടിൽ മുമ്പ് ജീവിച്ചിരുന്നു. പിന്നെ ഈ കോഴിക്കോട് പുതിയറയിൽ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സുലൈമാൻ മൂല്യര്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സുലൈമാൻ മൂല്യരെ പറ്റി. സുലൈമാൻ മൂല്യർ സോപ്പ് വാങ്ങിയാലും കുടുങ്ങി എന്നൊരു ശല്യം നമ്മളെ നാട്ടിലുണ്ട്. ഇതിന് കാരണം എന്താ വെച്ചാൽ സുലൈമാൻ മൂല്യർ സോപ്പ് ഉണ്ടാക്കിയിട്ട് ചെയ്യും. അപ്പോൾ സോപ്പേറ്റ് ഇങ്ങനെ വരും. വന്നിട്ട് ഓരോ വീട്ടിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ട് മൂപ്പര് ലേഹം ഉണ്ടാക്കിയിട്ട് അത് അങ്ങനെ മൂപ്പര് ജീവിക്കല്. അപ്പൊ സോപ്പേറ്റ് വരുന്ന സമയത്ത് മൂപ്പര് ചോദിക്കും ഇതെന്താണ് സോപ്പ്, ഇതെന്തിനാണ്? തിരുമ്പാനും കുളിച്ചാനും. തിരുമ്പും കുളിച്ചും ചെയ്യണതിനാ വൃത്തി ഉണ്ടാകാനും. വൃത്തി എന്തിനാ? നിസ്കരിച്ചാനും. പിന്നെ നല്ലോണം തിരുമ്പി കുളിച്ചാലും നിസ്കരിച്ചു പോകുമ്പോൾ പറയും കുടുങ്ങിയില്ലേ വാങ്ങിയില്ലെങ്കിലോ മൂപ്പരെടുത്ത് സോപ്പ് വാങ്ങിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഹലാക്കം ഉണ്ടാകാന്ന് വിചാരിച്ചാണ് അപ്പോഴും കുടുക്കന്നെ. വാങ്ങിയാൽ മൂപ്പര് നിസ്കരിച്ചാൻ പറയും. നിസ്കരിച്ചാൻ പറഞ്ഞാൽ പിന്നെ പർശോ നിസ്കരിച്ചാൻ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലെങ്കിൽ ആഹ്റത്തിനെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഹാസൂബിഹിൽ അവിടുന്നാണല്ലോ വിചാരണ. ഇത് മൂപ്പര് പറഞ്ഞിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ ഇവിടുന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ തട്ടുന്നുള്ള ബേജാറുകൊണ്ടേ. അപ്പൊ വാങ്ങിയാലും കുടുങ്ങിയും. അങ്ങനെ സുലൈമാൻ മൂല്യർ ഒരു ദിവസം മൂപ്പര് ഇങ്ങനെ കയ്യിലൊരു വടിയൊക്കെ പിടിച്ചിട്ട് നടക്കും. എന്നിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാരണം പുതിയ അറിയിലാണ് അദ്ദേഹത്തിന്റെ മക്ബറുള്ളത്. എന്നിട്ട് ചെറുപ്പക്കാരൊക്കെ തുണിയൊക്കെ നെയ്യാണ്ട് താഴെ എടുത്തിട്ടുണ്ടെങ്കിൽ മെല്ലൊന്ന് കൊടുക്കും, കയറ്റിയെടുക്കുക. മുസ്ലിമാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നും ചെയ്യൂല. വല്ലാതെ പൊന്തിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ താത്തിരി കർണാട് ഒന്ന് കൊടുക്കും. അത് കുറച്ച് ചെറുപ്പക്കാർ കൂടിയിരുന്നാലേ പിന്നെ ഇയാളെ ഈ തല്ലൊന്ന് നിർത്തണം എന്ന് പറഞ്ഞാൽ 12 ആൾക്കാർ, ഒരു 12 ചെറുപ്പക്കാർ കൂടിയിട്ട് മൂപ്പരെ ഒന്ന് ശരിയാക്കണം എന്ന് വിചാരിച്ച് ചെല്ലുന്ന സമയത്ത് മൂപ്പര് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി കല്ല് വെട്ടി വെച്ചിട്ട് ആ കല്ലേറ്റ് ഇങ്ങനെ കല്ല് കൊണ്ടുപോകാൻ ആളെ കിട്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവർ വരുന്നത്. അപ്പോൾ കയ്യൂട്ടി വേം വരും എന്ന് പറഞ്ഞു. എല്ലാവരും ചെന്നു, നിങ്ങളെ ഇത് കൊണ്ടാകാൻ ആളെ കിട്ടായിട്ട് വെച്ച സ്വയ്പായി നിൽക്കുക, വേഗം തലയിലേക്ക് കൊണ്ടുപോയിക്കാണെന്ന്. തല്ലാൻ വന്നവരൊക്കെ കല്ലേറ്റാണ് പോയി. കാരണം മൂപ്പരടുത്ത് വന്നതോടുകൂടി മൻ ഖാഫഹു കുല്ലു ഷൈഇൻ, അള്ളാനെ പേടിക്കണവരെ വേറുള്ളവർ പേടിക്കുക ചെയ്യാ. ഒരു കാര്യം പേടിയുണ്ടാവില്ല. ഒരിക്കൽ മൂപ്പര് തന്നെ പിന്നെ ഇവിടെ ഒരു പള്ളിന്റെ മുമ്പിൽ ഇങ്ങനെ കത്തിയും പിടിച്ചിട്ട് നിന്നു. മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി മഗ്‌രിബ് കൊടുത്തിരിക്കും. കൊടുത്ത സമയത്ത് മുമ്പിൽ കത്തിയും പിടിച്ചിങ്ങനെ നിൽക്കാം. മഞ്ചേരി അടുത്തൊരു പള്ളിന്റെ അടുത്ത് ചെല്ലുന്നവരോടൊക്കെ പറയും ഉള്ളിലേക്ക് കടന്നാ കുത്തും പറയും. ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചായിട്ട് ആൾക്കാർ വരുന്നതേ ഉള്ളിലേക്ക് കടന്നാ കുത്തും. അതിൽ വരുന്നവരൊക്കെ മടങ്ങി പോവുകയാണ്, കുത്തുവരെ മുമ്പിൽ വിചാരിച്ചാണ് പോവുകയാണ്. അതിലൊരു കാരണവർ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കുത്താണെങ്കിൽ കുത്തി ബാങ്ക് കൊടുത്ത് മനുഷ്യൻ നിസ്കരിക്കേണ്ടി പറഞ്ഞാൽ അകത്തേക്കാണ് കടന്നപ്പോൾ കത്തി കൊണ്ടിട്ടാണ് ഇജ്ജാട അള്ളാനെ പേടിച്ചണോ ബാക്കിയുള്ളവരൊക്കെ സുലൈമാനെ പേടിച്ചണോ ചെയ്യുന്നു പറഞ്ഞു. എന്താ വെച്ചാൽ അള്ളാനെ പേടി ഉണ്ടായിട്ടാണല്ലോ പള്ളിക്കലേക്ക് നിസ്കരിച്ചാൽ വരുന്നത്. പക്ഷെ അള്ളാനെ പേടിയില്ലതിന്റെ ഒപ്പം സുലൈമാൻ കത്തിനെയും പേടിണ്ടേ. അപ്പോ ഉള്ളിലേക്ക് കടന്ന കാരണം ഒരുക്കോ അള്ളാനെ പേടിണ്ട്, കത്തിനെയും പേടിണ്ട്. പക്ഷെ അള്ളാനെയാണ് അധികം പേടി, കത്തിനെ പേടി കുറവായി. അതാണ് തൗഹീദ്. അള്ളാനെ പേടിക്കേണ്ടത് അതാണ് തൗഹീദ്. കേട്ടോ, അതാ ഔലിയാക്കന്മാരുടെ അടിയിൽ ഉണ്ടാകുക, അള്ളാനെ പേടിക്കുക. അങ്ങനെ മുമ്പൊരു ദിവസം ഇങ്ങനെ വീട്ടില് ഇങ്ങനെ ചെല്ലുമ്പോൾ ഭാര്യയോട് പറയിച്ചേ ഞാൻ അല്ലാത്ത സമയത്തൊന്നും വല്ല പുറത്തേക്ക് ഇറങ്ങരുത്. അങ്ങനെ ഒരു ദിവസം മൂപ്പരോടെ പോയി വരുന്ന സമയത്തുണ്ട് ആ ഭാര്യ എവിടെ പോയി ഇങ്ങനെ വരുന്നത്. അതില് മൂപ്പര് തീപ്പെട്ടികൾ എഴുതിയിട്ട് പേരക്കാണ് തീ കൊടുത്തു. ചെറിയ പേരല്ലേ, ചാളയല്ലേ, എത്തുവരോ. അങ്ങനെ തീ കൊടുത്തുമ്പോൾ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെയാണോ നിയമം? അങ്ങനെയാണല്ലോ ഉണ്ടാകുക. അതിനകത്തായാലും പോലീസ് പിടിച്ചു. അത് പോലീസ് പിടിച്ചാണ് മൂപ്പരെ കൊണ്ടുപോയിട്ട് മൂപ്പരോട് എസ് ഐ ചോദിച്ചു, അല്ല നിങ്ങളെന്തിനാ പേരക്ക് തീ കൊടുത്തു ചോദിച്ചു. പേരക്ക് തീ കൊടുത്തതോ? എന്താ അങ്ങനെ ഇരിക്കണോ ചോദിച്ചു. അല്ല പിന്നെന്താ ചോദിക്കേണ്ടത്? പേരക്ക് തീ കൊടുത്താലല്ലോ ആദ്യം ചോദിക്കേണ്ടത്. പേരെന്തിനാ ഉണ്ടാക്കിയതല്ലേ ആദ്യം ചോദിക്കേണ്ടത്. ആദ്യം ഉണ്ടാക്കലല്ലേ ആണ്. അപ്പൊ എന്തിനാ നിങ്ങൾ പേരുണ്ടാക്കിയത് ചോദിച്ചു. അതിന് തീ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോഴോ മുമ്പൊരിക്കണ്ടേ എസ് കേട്ടോ. മൻ ഖാഫല്ലാഹ ഖാഫ്, അതാണ് അള്ളാനെ പേടി. അതാ ഔലിയാക്കന്മാര് എന്നാല് വേറെ ആരും പേടി ഉണ്ടാവില്ലാന്ന്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അങ്ങനെയുള്ള ആളുകളുണ്ട് സമൂഹത്തിലെ. അത്തരത്തിലുള്ള ആളുകൾ, അതാ ഞാൻ പറഞ്ഞത്, ആത്മീയമായിട്ടുള്ള കഴിവ് കുറഞ്ഞവർ ആത്മീയമായിട്ടുള്ള കഴിവ് അധികമുള്ളവരെ ആശ്രയിക്കും. അതുകൊണ്ടാണല്ലോ അല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതാണല്ലോ തവസ്സുൽ ഇസ്തിഗാസ എന്നൊക്കെ പറയുന്നതാണല്ലോ പ്രശ്നം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ജൂതന്മാരെ അല്ലേ ആദ്യ കാലഘട്ടത്തിൽ ജൂതന്മാരെ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി വകാനു യസ്തഫ്തിഹൂന മിൻ ഖബലു അലല്ലദീന കഫറൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നില്ലേ. ജൂതന്മാരെ പറ്റിയാ പറഞ്ഞത്. വകാനു യസ്തഫ്തിഹൂന, റസൂലുള്ളാഹിനെ എടിയിൽ വെച്ചുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചിരുന്നു. തവസ്സുലാക്കിയിട്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. വകാനു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ, യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂന, കാഫിറുകൾക്കെതിരെ എന്ന് പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കീങ്ങൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ
ആണെങ്കിൽ അവർ ദുആക്ക് വരും, പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് യുൻസറൂന, അവർക്ക് സഹായം അല്ലാഹുവിൽ നിന്ന് കിട്ടുകയും ചെയ്തിരുന്നു എന്നൊക്കെ തഫ്സീർ ഹാസിൻ പോലത്തെ തഫ്സീറുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. കാനു ഇദാ അഹ്സനഹും അംറുൻ, എന്തെങ്കിലും ദുഃഖം അവർക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ശത്രുക്കളുടെ അടുത്ത് അക്രമമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവർ പറയും അല്ലാഹു മൻസുർനാ ബിൻ നബിയിൽ മബ്ഊസി ഫീ ആഖിരി സമാൻ. ആഖിർ സമാനിൽ വരാൻ പോകുന്ന നബിയുടെ സഹായത്തെ മഹത്വം വെച്ച് മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു ജൂതന്മാരെ. അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ കാരണമായിട്ട് അവർക്ക് റസൂലിനെ പറ്റി ഞങ്ങൾ അദ്ദേഹത്തിന്റെ ലക്ഷണം തൗറാത്തിൽ ഞങ്ങൾ കാണുന്നുണ്ട് എന്നൊക്കെ അവർ പറയേണ്ട ഈ പ്രാർത്ഥനയില്ലേ. അങ്ങനെ പ്രാർത്ഥിച്ചത് ഫഖാനു യുൻസറൂൻ, അള്ളാഹിന്റെ അടുത്ത് അവർക്ക് സഹായം കിട്ടിയിരുന്നു എന്ന് തഫ്സീർ ഹാസിനിലൊക്കെ അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം മുൻനിർത്തിയിട്ട് റസൂൽ ജനിക്കണീന്റെ മുമ്പ് തന്നെ അവിടുത്തെ മഹത്വം മുൻനിർത്തിയിട്ട് ജൂതന്മാര് പ്രാർത്ഥിച്ചിരുന്നു എന്നും ആ പ്രാർത്ഥന അല്ലാഹു കേട്ടിരുന്നു എന്നും ഉത്തരം നൽകിയിരുന്നു എന്നൊക്കെ തഫ്സീറുകളിൽ വിശദമായിട്ട് പറയണേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച്. പിന്നെ എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇടയിൽ നിർത്തിയാണ്ട് പറയാൻ പാടില്ല എന്ന് പറയാം. ഇത് അള്ളാന്റെ റസൂലിനെ അള്ളാഹുവിൽ പങ്കാളിയാക്കല. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ റസൂലുള്ളാഹിനെ മുൻനിർത്തി ചോദിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഫാത്തിമ ബിന്തു അസദ് വഫാത്തായ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ബിഹഖ്ഖിൽ ജമീഇൽ അംബിയാ വബിഹഖ്ഖി സായിരീന അലൈക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫാത്തിമ ബിന്തു അസദിനെ പൊറുക്കാൻ വേണ്ടി പടച്ചവനെ നിന്നോട് തേടുന്നു, എല്ലാ നബിമാരുടെയും ഹക്ക് കൊണ്ട് തേടുന്നു. മാത്രമല്ല ഞാൻ നിന്നോട് എന്റെ ഹക്ക് കൊണ്ട്, എല്ലാ നബിമാരുടെയും ഹക്ക് കൊണ്ട്, വബിഹഖ്ഖി സായിരീൻ നിന്നോട് ചോദിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഹക്ക് കൊണ്ട്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അള്ളാഹുവിലേക്ക് തവസ്സുൽ വന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇടയിൽ റസൂലുള്ളാഹിനെ നിർത്തിയിട്ട് അള്ളാഹിനോട് തേടാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല എന്നാണ് കൂടുതൽ പറയുന്നത്. ഇങ്ങനെ എത്ര തെളിവുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലിനൊരു തരിപ്പ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിനൊരു തരിപ്പ് ബാധിച്ചപ്പോ ഇനി എന്താ അതിന് ചെയ്യാൻ സാധിക്കുക? അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ഒരാൾ ഉപദേശിച്ചു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഏറ്റവും സ്നേഹമുള്ള നാദി അഹബ്ബ ഇലൈക, നിങ്ങൾക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരാളോട് ഓർത്തളി. ഉദ്കുർ അഹബ്ബന്നാസി ഇലൈക, അങ്ങേക്ക് നിങ്ങൾക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷമാണ്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുന്നത് എന്താ? വാ മുഹമ്മദാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നത്. അബ്ദുല്ലാഹി എല്ലാവരും വിളിച്ചാണ് റസൂലിന്റെ പേര് വിളിച്ചു, ആ മുഹമ്മദാ, താഴെ വിളിച്ചു വിളിച്ചു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരുടെ കാര്യം സുഖപ്പെട്ടു എന്ന് ചരിത്രത്തിൽ പറയണേ. ഇതുപോലെ 100 കണക്കിന് തെളിവുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിക്കുന്നതും സഹാബത്തിനെ സംബന്ധിക്കുന്നതും അള്ളാഹുവിന്റെ നമ്മുടെ ഇടയിൽ റസൂലുള്ളാഹിനെ, അതുപോലെ അമ്പിയാക്കന്മാരെ, ഔലിയാക്കന്മാരെ ഇവരെയൊക്കെ ഇടയിൽ നിർത്തിയിട്ട് പ്രാർത്ഥിക്കുക. ഈ കാര്യമാണ് തൗഹീദിനെതിരാണ് എന്ന് പറയുന്നത്. എങ്ങനെ തൗഹീദിനെതിരാവുക? ഒരു വലിയനെയും അള്ളാഹുവിൽ പങ്കു ചേർക്കണില്ല. അള്ളാഹ് കൊടുത്ത കഴിവ് ഒരുക്കേണ്ടതേ വിശ്വസിക്കുന്നുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ പിന്നെ മരിച്ചോളൊന്നൊന്നുമില്ല. അള്ളാഹു അല്ലാത്തവർക്ക് കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ പിന്നെ മരിക്കൊന്നും വേണ്ട, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശിർക്കാ. നിങ്ങളൊരു ഡാക്ടറെ അടുത്ത് പോയിങ്ങാണ്ട് ഡാക്ടറെ എനിക്ക് തീരെ സുഖമല്ല, അപ്പൊ ഡോക്ടറാണ് നമ്മളെ സുഖപ്പെടുത്തുന്നതെന്ന് വിശ്വസിച്ചാല് പിന്നെ മമ്പുറത്തേക്കും മലപ്പുറത്തേക്കും ഒന്നും പോണ്ട, അത് തന്നെ ശിർക്കാണ്. ഡോക്ടറാണ് നമ്മളെ സുഖപ്പെടുത്തുന്നതെന്ന് വിശ്വസിച്ചാല് അതും ശിർക്കാണ്. അള്ളാഹു ഒരു പങ്കാളിത്തം വഹിക്കണം. കാരണം അള്ളാഹുവാണ് ഷാഫി, ഡോക്ടർ ഷാഫിയല്ല. അള്ളാഹ് സുഖപ്പെടുത്തും. ഈ ഡോക്ടർ ഇതിനൊരു ഹേതുവാകുകയാണ്, മരുന്ന് ഇതിനൊരു ഹേതുവാകുകയാണ്, ചികിത്സ ഇതിനൊരു ഹേതുവാകുകയാണെന്ന് വിശ്വസിക്കണം. അതാണ് വഅന്നൽ ഖുവത ലില്ലാഹി ജമീഅ, എല്ലാ ശക്തിയും അള്ളാഹുവിന് മാത്രമാണുള്ളത് എന്നാണ് വിശ്വസിക്കേണ്ടത്. അള്ളാഹുവിന് മാത്രമാണ് കഴിവ്. വേറെ നമുക്ക് ഭൗതികമായ അർത്ഥത്തിൽ ഒരു കഴിവും നമുക്കില്ല. അത് രഹസ്യമായിട്ടാവട്ടെ പരസ്യമായിട്ടെ മറിഞ്ഞിട്ടാകട്ടെ എങ്ങനെയാണെങ്കിലും ശരി, 2 ലോകമാണ്, ആലമുൽ ഗൈബും ആലമുൽ ഷഹാദത്തും. 2 ലോകം. ആലമുൽ ഗൈബിലും അള്ളാഹുവിനെ കഴിവുള്ളൂ, ആലമുൽ ഷഹാദത്തിനും അള്ളാഹുവിനെ കഴിവുള്ളൂ. പ്രത്യക്ഷമായ ലോകത്തിലും അള്ളാഹ്ക്കേ കഴിവുള്ളൂ, പരോക്ഷമായ ലോകത്തിലും അള്ളാഹ്ക്കേ കഴിവുള്ളൂ. ബാക്കി ഒന്നിനും ഒരു കഴിവില്ല. ഒരേ മരുന്നുകൊണ്ട് തന്നെ നമുക്ക് കാണില്ലേ, ഒരേ മരുന്ന് നമ്മൾ കഴിച്ചിട്ട് ചിലപ്പോൾ സുഖാവും, ചിലപ്പോൾ സുഖാവണില്ല. എന്താ കാരണം? മരുന്നിനെ കൈവച്ച് എപ്പോഴും സുഖാവണ്ടേ.
പടച്ചോൻ വിചാരിച്ചാൽ സുഖാവുമോ മരുന്നുകൊണ്ട്, പടച്ചോൻ വിചാരിച്ചില്ലേ സുഖാവൂല്ല. അപ്പൊ മരുന്നാവട്ടെ ചികിത്സയാവട്ടെ എന്താവട്ടെ അള്ളാഹുവിന് മാത്രമേ കഴിവുള്ളൂ എന്നാ വിശ്വസിക്കേണ്ടത്. ആ വിശ്വാസം മനസ്സിൽ വെച്ച് പുലർത്തുന്നതോടുകൂടി പിന്നെ തൗഹീദിന് എങ്ങനെ വിപരീതമാവുന്നത്? പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചരിത്ര പുരുഷന്മാരുടെ ചരിത്രം സൂക്ഷിക്കണം. അതിന്റെ ഭാഗമാണ് ചരിത്ര സ്മാരകങ്ങൾ ഉണ്ടാക്കാറ്. ചരിത്ര സ്മാരകം ഉണ്ടാക്കുന്നത് ചരിത്രം സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്. അങ്ങനെ ചരിത്ര പുരുഷന്മാരുടെ മക്ബറുകളിലേക്ക് നമ്മൾ പോണത് ഇബാദത്തിനല്ല സിയാറത്തിനാണ് പോണത്. അല്ലേ? ഒരു ഇബാദത്ത് എടുക്കാനാണ് പോണത്. അങ്ങനെയാണ് ഇവരൊക്കെ വിചാരം. നമ്മളവിടെ പോയിട്ട് ഒരു ഇബാദത്ത് എടുക്കാൻ. ആരാ ഒരു ഇബാദത്ത് എടുക്കുന്നത്? നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന സംഗതിയല്ലേ. ഓരോ കാര്യങ്ങളും അങ്ങനെ അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അറിവും അനുഭവവും ഇല്ലാതെ വിശ്വസിക്കുന്നതിനാണ് അന്ധവിശ്വാസം എന്ന് പറയാം. ഒരാൾക്ക് പനി ഉണ്ടായിട്ട് പാണക്കാടത്തങ്ങൾ എടുത്ത് പോയിട്ട് മന്ത്രിച്ചു, ഈ പനി മാറി. ഒരിക്കൽ മാറിയാൽ യാദൃശിക എന്ന് പറയാം. പിന്നെയും ഒരു ദിവസം പനി ഉണ്ടായി, പാണക്കാടത്തങ്ങൾ എടുത്ത് പോയിട്ട് മന്ത്രിച്ചു, ഈ പനി മാറി. പാണക്കാടത്തങ്ങൾ ഉദാഹരണം പറഞ്ഞതാണ്. പിന്നെ ഒരുപാട് അങ്ങനെ പനി ഉണ്ടായി, അപ്പോഴൊക്കെ പോയിട്ട് ഊതിയപ്പോൾ പനി മാറി. അപ്പൊ പിന്നെ പാണക്കാടത്തങ്ങൾ മന്ത്രിച്ചു പനി മാറും എന്ന് വിശ്വസിക്കുന്നത് എങ്ങനെ അന്ധവിശ്വാസമാകുക? അത് അറിവിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ വിശ്വസിക്കുന്നത്. പിന്നെ മാറൂലാറല്ല അന്ധവിശ്വാസം. കാരണം മാറൂലാറിന് അറിവില്ല അനുഭവം അവർക്ക് പോയിട്ടുണ്ടാവില്ല. അറിവും അനുഭവവും അവർക്ക് പോക്കും ഇല്ലാതെ പറയുന്ന അന്ധവിശ്വാസം. അറിയാറ് ആണല്ലേ അഭിപ്രായം പറയരുത്. അപ്പോ ഇങ്ങനെയാണ് അന്ധവിശ്വാസത്തെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ ഓരോന്നും ആചാരമായിട്ട് പ്രസംഗിച്ചു കൊടുക്കുന്നതൊന്നും അന്ധവിശ്വാസം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇത്തരത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തൗഹീദിന് വിപരീതമായിട്ടും പള്ളി എല്ലാ പള്ളിയും തുല്യമാണ്. അതല്ലാതെ ഏതെങ്കിലും സിയാറത്ത് കേന്ദ്രങ്ങൾക്ക് പോകലല്ല. അങ്ങനെയാണെങ്കിൽ പുണ്യം വിചാരിച്ചുകാണ്ട് പോകലാണ്. 3 സ്ഥലത്തേക്കേ പോകാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ ഹദീസിൽ പറയേണ്ട വാക്കെന്താണ്? ലാ തുസദ്ദുരിഹാറു ഇല്ലാ ഇലാ സലാസത്തി മവാലിയ എന്നാ പറയേണ്ടത്. അതുപോലെ മനസ്സിലാക്കണില്ല. ലാ തുസദ്ദുരിഹാറു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ എന്നാണ് പറയുള്ളത്. ഇല്ലാ ഇലാ സലാസത്തി മവാലിയ എന്നല്ല. 3 സ്ഥലത്തേക്ക് നല്ല റസൂൽ പറഞ്ഞത് 3 പള്ളി എന്നാ പറഞ്ഞത്. അത് പള്ളിയുടെ മഹത്വം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അങ്ങനെയാണ് അതിന് പൂർവികരായിട്ടുള്ളവരൊക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെ അല്ലെങ്കിൽ പുണ്യം വിചാരിച്ച് വേറൊടുക്കലും പോകാൻ പറ്റുമോ? പുണ്യം വിചാരിച്ചാണ് വേറൊടുക്കലും പോകാൻ പറ്റുമോ? പുണ്യം വിചാരിച്ചാണ് മുജാഹിദീങ്ങളുടെ സമ്മേളനം പിലാത്തറ നടക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുമോ? പ്രത്യേകത വിചാരിച്ചാണ് സമ്മേളനത്തിന് പോകാൻ പറ്റുമോ? പുണ്യം വിചാരിച്ചാണ് പനമേരത്തേക്ക് പോകാൻ പറ്റുമോ? പുണ്യം വിചാരിച്ചാണ് റമദാൻ മാസമൊക്കെ അല്ലേ എൻ്റെ അമ്മ ഞാൻ വേറെ പാർക്കണത്, ഉമ്മാനൊന്ന് പോയി കാണുന്നുള്ളത് പുണ്യമുള്ള കാര്യമല്ലേ വിചാരിച്ചാണ് ഉമ്മാനെ കാണാൻ പോകാൻ പറ്റുമോ? പുണ്യം വിചാരിച്ചുകൊണ്ട് ഉസ്താദുമാരെ കാണാൻ പോകാൻ പറ്റുമോ? പുണ്യം വിചാരിച്ചുകൊണ്ട് ഒരിക്കലും പിന്നെ പോകാൻ പറ്റുമോ? എന്തോ ഒരു അന്ധക്കടാണ് ഈ പറയുന്നത്. ഇത് റസൂല് പറഞ്ഞാണ് ഓര് പറയുന്നത്. ഓരാണ് പറയുകയാണെങ്കിൽ തിരക്കരുത്. നമ്മുടെ റസൂല് ജാതി പൊട്ടത്തരം പറഞ്ഞു ഒരു പറയുമ്പോഴേ നമുക്ക് വേദന. റസൂല് അങ്ങനെ പറയാം. ഈ ജാതി വീട്ടിലൊക്കെ റസൂല് പറയാം. പുണ്യം വിചാരിച്ചുകൊണ്ട് ഈ 3 പള്ളിക്കലേക്ക് പോകാൻ പാടുള്ളൂ പറഞ്ഞാൽ പിന്നെ പുണ്യം വിചാരിച്ചു വേറെ ഇന്നിനേക്ക് പോകാൻ പറ്റുമോ? മുസ്ദലിഫിക്ക് പോകാൻ പറ്റുമോ? എവിടേക്കും പോകാൻ പറ്റൂലല്ലോ. ഈ 3 പള്ളികൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതിനർത്ഥം പുണ്യം വിചാരിച്ചുകൊണ്ട് പ്രത്യേകതയുള്ളത് 3 പള്ളികൾക്കാണ്, ബാക്കിയുള്ള പള്ളികളൊക്കെ തുല്യമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് വേറെ തീർത്ഥാടനത്തിന് പോകാൻ പാടില്ല എന്ന് പറയുന്നത്. തീർത്ഥാടനത്തിന് പോകുക പറഞ്ഞാൽ എന്തിനായി പോണത്? നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ചരിത്ര പുരുഷന്മാര് അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ളത് പോലെ തന്നെ അവരെ മരിച്ചതിന് ശേഷവും അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ എത്തുക, അവരുമായി സംസാരിക്കുക, അവരുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു തആല അതിന് പ്രത്യേകത ഉണ്ടാവുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ തെളിവാണ്. അതിന് പരിശുദ്ധ ഖുർആൻ തെളിവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് സക്കരിയ നബി അലൈഹിസ്സലാം ഒരിക്കല് മറിയം ബീവി അവിടെ പള്ളിയിൽ സേവനത്തിലുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് മറിയം ബീവിന്റെ അടുത്ത് സക്കരിയ നബി ഇങ്ങനെ ചെല്ലാണ്. കുല്ലമാ ദഖല അല്ലെ, സക്കരിയ അലൈഹിസ്സലാം അവിടെ പ്രവേശിക്കുന്ന സമയത്ത് വജദ ഇൻദഹാ റിസ്ഖൻ, കുറെ ഭക്ഷണ സാധനങ്ങളൊക്കെ കണ്ടു മറിയം ബീവിന്റെ അടുത്ത്. അപ്പൊ മറിയം ബീവിനോട് ചോദിച്ചു, അന്നാലേക്ക് ഹാദ, ഇത് എവിടുന്നാ കിട്ടിയത്? അപ്പൊ മറിയം ബീവി പറഞ്ഞു, മിൻ ഇൻദില്ലാഹ്, അള്ളാഹിന്റെ അടുത്ത് കിട്ടിയതാണ്. അള്ളാഹിന്റെ അടുത്ത് കിട്ടിയതാണെന്ന് പറയുമ്പോൾ മറ്റുള്ള ഭൗതികമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അല്ലാതെ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് മില്ല ദുന്യായിട്ട് കിട്ടിയതാണ് ഈ ഭക്ഷണ സാധനം എന്ന് കേട്ടപ്പോ സക്കരിയ നബി അലൈഹിസ്സലാം മനസ്സിലാക്കി മറിയം ഒരു വലിയത്താണ്, അള്ളാഹുവുമായി പ്രത്യേക ബന്ധമുള്ള മറിയം ബീവി ഒരു വലിയത്താണ് എന്ന് സക്കരിയ നബി മനസ്സിലാക്കി. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറയുന്നുണ്ടോ, അവിടെ വെച്ച് ഫഹുനാലിക ദഅ സക്കരിയ റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് മക്കളുണ്ടായിരുന്നില്ല. മക്കളില്ലാതെ വിഷമിക്കുന്നു. സക്കരിയ നബി അലൈഹി ഇസ്ലാം മക്കളില്ലാതെ വിഷമിക്കുകയാണ്. വിഷമിച്ച സമയത്ത് വലിയത്താണ് മറിയം എന്ന് മനസ്സിലാക്കിയപ്പോൾ ഫഹുനാലിക, അവിടെ വെച്ച്
സക്കരിയ എന്നല്ല അള്ളാഹു പറഞ്ഞിരിക്കണത് കേട്ടോ. അപ്പോ സക്കരിയ നബി അലൈഹിസ്സലാം റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ എനിക്കൊരു നല്ല സന്തതിയെ കൊണ്ടാ എന്ന് പ്രാർത്ഥിച്ചു എന്നല്ല അള്ളാഹു പറഞ്ഞതേ. ഫഹുനാലിക, അവിടെ വെച്ച് സക്കരിയ നബി പ്രാർത്ഥിച്ചു എന്നാണ്. എന്താ കാരണം? മറിയം ബീവിയുടെ മഹത്വം മനസ്സിലാക്കിയപ്പോ അവിടുത്തെ സന്നിധിയിൽ വെച്ച് അള്ളാഹിനോട് ദുആർന്നാൽ പ്രത്യേകത ഉണ്ടാവുമെന്ന് സക്കരിയ നബിയായിട്ട് പോലും സക്കരിയ നബി മനസ്സിലാക്കിയെന്നാണ്. അത് വലിയ മറ്റേ നബിയാണ്. നബിയായ സക്കരിയ നബി തനിക്ക് മകനെ കിട്ടാൻ വേണ്ടിയിട്ട്, സന്തതി ഉണ്ടാകാൻ വേണ്ടിയിട്ട്, കുട്ടികളുണ്ടാവാത്തതിലുള്ള സങ്കടം മറിയം ബീവി എന്ന വലിയത്തിന്റെ സന്നിധിയിൽ വെച്ച് അള്ളാഹിനോട് പറഞ്ഞു എന്ന് അള്ളാഹു തആല ഖുർആനിൽ പറയുന്നത്. ഏതൊക്കെ തെളിവ്, ഇങ്ങനെ എന്തെല്ലാം തെളിവുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം തെളിവുകളൊന്നും മനസ്സിലാക്കാതെ, കാര്യങ്ങൾ ഉൾക്കൊള്ളാതെ വളരെ വിചിത്രമായ രീതിയിൽ ഓരോ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൗഹീദിനെയും ശിർക്കിനെയും തെറ്റായിട്ട് ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ വ്യക്തമായ രീതിയിൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് നമ്മൾ ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങളിലോ ആചാരങ്ങളിലോ ഒരിക്കലും തന്നെ എന്തില്ല, തെറ്റായിട്ടുള്ള ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക. പക്ഷെ എന്താ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ചെയ്യലെന്താ വെച്ചാൽ വാക്കർത്ഥം പറയല. ഖുർആനും ഹദീസും മനസ്സിലാക്കാൻ ഒരു മാനദണ്ഡം ഉണ്ടല്ലോ, ആ മാനദണ്ഡത്തിൽ നിന്ന് വ്യതിചരിക്കല. ഇന്നിപ്പോ കണ്ടോ നമ്മുടെ നാട്ടിൽ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന മാഷ നമ്മൾ പഠിപ്പിക്കലുണ്ട് കുട്ടികളെ. കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറയാം. ഈ ഡീകൺസ്ട്രക്ഷൻ, സ്ട്രക്ചറലിസം എന്ന രണ്ട് സിദ്ധാന്തങ്ങളുണ്ട്. സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാല് ഒരു വാക്ക് പറഞ്ഞാല് അതിനൊരു ഘടനയുണ്ടാവും, ആ ഘടനയിൽ അതിന്റെ അർത്ഥം ഇന്നതാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും എന്നാണ് ഒന്ന്. രണ്ടാമത്തെ ഡീകൺസ്ട്രക്ഷൻ എന്നാണ്, അതാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വാക്ക് കേട്ടാൽ നമുക്ക് എന്താ ഇതിന്റെ അർത്ഥം മനസ്സിലാകുന്ന വെച്ചാൽ അതന്നെ ഇതിന്റെ അർത്ഥം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിപ്പോ നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കി. ഇംഗ്ലീഷ് സാഹിത്യമൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയുന്നത് ഒരു പദം പറഞ്ഞാൽ മാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് മനസ്സിലാക്കാൻ പറ്റും. അതേ സമയത്ത് ഇപ്പൊ പഠിപ്പിക്കണം അങ്ങനെയല്ല. ഇപ്പൊ പഠിപ്പിക്കണ സാഹിത്യത്തിലൊക്കെ വന്നിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ ഒരു വാക്ക് കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്താ മനസ്സിലാകുന്ന വെച്ചാൽ അതന്നെയാണ് ഇതിന്റെ അർത്ഥം. ഞാൻ അത് പഠിപ്പിക്കുമ്പോൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കലുണ്ട്. ഒരു ചങ്ങായി ആശുപത്രിയിൽ പോയി ചെന്നപ്പോൾ മൂപ്പര് സിഗരറ്റ് കഴിക്കണ ആളായിരുന്നു. മൂപ്പര് ഇങ്ങനെ സിഗരറ്റ് കൊളുത്തിട്ട് ഇങ്ങനെ വലിക്കുമ്പോ അവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു, വലിക്കാൻ പാടില്ല, ഇവിടെ വലിക്കാൻ പാടില്ല. മൂപ്പര് കടിച്ച് കൈ പിടിച്ചു. അങ്ങനെ മൂപ്പര് ആശുപത്രിയിൽ കയറിപ്പോയിട്ട് റൂമിൽ തന്നെ കിടക്കുന്ന സമയത്ത് പിന്നെ വാതിൽമേൽ എഴുതിയിരിക്കുന്നു വലിക്കുക എന്ന് എഴുതിയിരിക്കുന്നു. മൂപ്പര് വേഗം കൊളുത്തിങ്ങാണ്ട് വലിക്കൽ തുടങ്ങി. അപ്പൊ നേഴ്സ് വന്നിട്ട് വലിക്കാൻ പാടില്ല നോക്കുമ്പോ വലിക്കുക എന്ന് എഴുതിയിട്ട് പിന്നെ വലിക്കാൻ പാടില്ല. അപ്പൊ അത് മൂപ്പരിക്ക് മനസ്സിലാകേണ്ടതാണല്ലോ മൂപ്പരിക്ക് മനസ്സിലാകുക. ആ വലിക്കുക എന്ന വാക്കിന് പല അർത്ഥമുണ്ട്, അവിടെ വെച്ചാണ്ട് അതാ മനസ്സിലായത്. അപ്പൊ അതന്നെ അർത്ഥം ഇങ്ങനെ പഠിപ്പിക്കും. ഇതാണ് ഇവരും ചെയ്യണത്. മുജാഹിദീങ്ങളും ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ ഓരോ വാക്കുകൾ പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം അർത്ഥമില്ലേ ഉണ്ടാവും, ആർക്കതിനുണ്ടാവും. പക്ഷെ അവിടെ പറയേണ്ട അർത്ഥം അതാണോ, അവിടെ ഉദ്ദേശിച്ചത് അതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു ചരിത്രമല്ലേ. ആ ചരിത്രത്തിൽ വെച്ച് കാണിച്ച ഓരോ പദങ്ങളുടെയും അർത്ഥം ഓരോ സന്ദർഭം അനുസരിച്ചും കാലാവസ്ഥ അനുസരിച്ചൊക്കെ മാറും. പല പദങ്ങളുടെയും അർത്ഥം മാറില്ലല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ കുട്ടികളുടെ ഒരു വർത്താനം ഉണ്ടല്ലോ, അടിച്ചുപൊളി തല്ലിപ്പൊളി, അടിയും തല്ലും ഒന്നല്ലേ അല്ലേ? അടി എന്ന് പറഞ്ഞാലും തല്ല് എന്ന് പറഞ്ഞാലും ഒന്നല്ലേ? തല്ലുകൂടി അടി കൂടി പറഞ്ഞാൽ ഒന്നല്ലേ? അപ്പൊ പക്ഷെ കുട്ടികളുടെ ഈ പറയലുണ്ടല്ലോ, അടിച്ചുപൊളി കുപ്പായട്ടെക്കണ പറഞ്ഞാലും തല്ലിപ്പൊളി കുപ്പായട്ടെക്കണ പറഞ്ഞാലും ഓപ്പോസിറ്റ് മീനിങ്ങാണ് അല്ലേ? അടിച്ചുപൊളി കുപ്പായട്ടെക്കണ പറഞ്ഞാല് മുന്തിയതാന്നർത്ഥം, തല്ലിപ്പൊളിയാണ് പറഞ്ഞാൽ മോശാന്നർത്ഥം. അടി തല്ലു ഒന്ന് തന്നെയല്ലേ? എന്നിട്ട് എന്റെ ഇങ്ങനെ മാറിയത് നമ്മൾ ഉപയോഗം കൊണ്ട് മാറി. അങ്ങനെ എത്ര മാറ്റങ്ങൾ പദങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വേറെ ഉദാഹരണം. അപ്പൊ ഈ പിന്നെ ചെവിയടപ്പ് മുമ്പ് ചെവിയടപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അസുഖമായിരുന്നു. ചെവി അടക്കല, കേൾക്കാതെ കാവലാണ്, നീരൊക്കെ ഉണ്ടായി ചെവി അടക്കല. ഇപ്പൊ ചെവി അടപ്പ് എന്നുള്ളത് ഈ ചെവിയിൽ അടക്കാതെക്കാൻ വേണ്ടിയിട്ട് ബൈക്കുമ്മലൊക്കെ കാറ്റുള്ളതാക്കാൻ വേണ്ടി വെക്കുന്ന ഒരു സാധനം ഉണ്ട്. അതിനപ്പൊ ചെവി അടപ്പ് പറയില്ലേ. ഇപ്പൊ പണ്ട് പറഞ്ഞ ചെവിയടപ്പ് ഇപ്പൊ പറഞ്ഞ ചെവിയടപ്പ് മാറിയില്ലേ? ഞാൻ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഉപയോഗിക്കുന്ന പദങ്ങളെ അതിന്റെ കോണ്ടക്സ്റ്റിൽ നിന്ന്, സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് അർത്ഥം പറയുന്ന ഒരു സമ്പ്രദായമാണ് ഇവർക്കിടയിലൂടെ. നോക്കുകയാണെങ്കിൽ മുമ്പ് ഞാൻ മൊബൈൽ സ്ഥലത്ത് ഇങ്ങനെ പ്രസംഗിക്കാൻ പോയി, ഇതുപോലത്തെ ഒരു സ്റ്റേജിൽ പ്രസംഗിക്കാൻ പോയി. അപ്പൊ എന്താ വെച്ചാല് അവിടെ മുജാഹിദീങ്ങൾ കുറെ ആശയങ്ങളൊക്കെ ആൾക്കാരോട് പറഞ്ഞാണ് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ചെന്നതാ. അവിടെ ചെന്നപ്പോണ്ട് ഒരു ചോരുമല ഇരിക്കുന്ന നോട്ടീസ്, അതിമേൽ പിന്നെ മതം ഗുണകാംക്ഷയാവുന്നു. ഒരു ക്യാമ്പയിൻ ആയിരുന്നു ഒരു കാലത്ത്, മതം ഗുണകാംക്ഷയാണ്. അപ്പൊ ഞാൻ ആ നോട്ടീസ് മേൽക്ക് നോക്കിയിട്ട് ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ അതിമേൽക്കൊന്ന് നോക്കാണേ. ആ നോട്ടീസ് മേൽക്ക് നോക്കി മതം ഗുണകാംക്ഷയാണ്. മതം ഗുണകാംക്ഷ എന്നുള്ളത് ഹദീസിന്റെ ഒരു തുണ്ടാണ്. അദ്ദീനു അൻ-നസീഹത്തു, ദീൻ നസീഹത്താണ്, മതം ഗുണകാംക്ഷയാണ്.
പറയുന്ന രസമുണ്ട്. ഇനി അതിനപ്പുറത്ത് കൊണ്ടു. അപ്പൊ സഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചു, ലിമൻ, ആരോടുള്ള ഗുണകാംക്ഷ? അപ്പൊ റസൂൽ വിശദീകരിച്ചു, ലില്ലാഹി വലി റസൂൽ, വലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വലി ആമ്മത്തിഹിം. ഞാൻ ആലോചിച്ച് നോക്കാണി, അള്ളാഹിനോടുള്ള ഗുണകാംക്ഷ. അത് പിന്നെ നമുക്ക് വല്ലാതെ അർഹിച്ചണ്ട. ഒരു കിതാബിഹി, അള്ളാഹിന്റെ കിതാബിനോടുള്ള ഗുണകാംക്ഷ. അതന്നെ അല്ലേ, കിതാബിനോടുള്ള ഗുണകാംക്ഷനെ, കിതാബിനോട് ഖുർആനോടുള്ള മഹത്വവും പവിത്രതയൊക്കെ കളഞ്ഞില്ലേ. നമ്മൾ ഒന്നുമൊക്കെ ഉണ്ടാക്കിയിട്ട് വളരെ പവിത്രതയോടുകൂടി മഹത്വത്തോടുകൂടി ഖുർആൻ കൈകാര്യം ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം മുജാഹിദീങ്ങളും ജമാഅത്തൊക്കെ വന്നതിന് ശേഷം ആ കാലം പോയി. ഇപ്പൊ മുസാഹിബ് പറഞ്ഞൊരു ബുക്ക് മാതിരിയായില്ലേ, അതിന്റെ പവിത്രതൊക്കെ നഷ്ടപ്പെടുത്തിയില്ലേ. എന്ന് മാത്രമല്ല, മുസാഹിബ് അങ്ങനെ ഒന്നുമില്ലാതെ ദൂരൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞാണ് മുസാഹിബൊക്കെ ആർക്ക് എവിടെ എങ്ങനെ ഏത്. നമ്മളൊക്കെ മുമ്പൊക്കെ കാലത്ത് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ മുസാഹിബ് നമ്മളൊക്കെ ആരോട് അണിച്ചു പിടിച്ചിട്ട് നമ്മളതിൽ ചുംബിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ മുസാഹിബിന്റെ ഒരു കണ്ടം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒതുണ്ടാക്കി ചെന്നാണ്ട് എടുത്തുകാണ്ട് പിന്നെ അത് ചിലപ്പോൾ കിണറ്റി കൊണ്ടുപോയിട്ടിട്ട് അല്ലെങ്കിൽ കരിച്ച് കളയുക ചെയ്യുക. കാരണം ഇനി ഇങ്ങനെ പവിത്രത നഷ്ടപ്പെടേണ്ട വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഖുർആനോടുണ്ടായിരുന്ന ഒരു പവിത്രതയെ അതിന്റെ മഹത്വമൊക്കെ ഉണ്ടല്ലോ, ആ മഹത്വമൊക്കെ കളഞ്ഞു കുടിച്ചില്ലേ. പിന്നെ കിതാബിനോടത് ഗുണകാംക്ഷ ഇവർക്കുള്ളത്. രണ്ടാമത്തത് അള്ളാന്റെ കിതാബിനോടുള്ള ഗുണകാംക്ഷ. പിന്നെ ഒരു ചെയ്ത പണി എന്താണ്? അർത്ഥം അറിയാതെ ഖുർആൻ ഓതാൻ പാടില്ല. അർത്ഥം അറിയാതെ ഖുർആൻ ഓതാൻ പാടില്ല പറഞ്ഞപ്പോ ആൾക്കാർക്ക് എന്ത് പറ്റി? അർത്ഥം ഏതായാലും പറയില്ല, എനിക്ക് ഒതിരി കാര്യമില്ല വിചാരിച്ചോട്ടോ. അർത്ഥം അറിയാതൊന്നും ഓതിരുന്നു രണ്ടോട് നിൽക്കാണല്ലോ പിന്നെ ചെയ്തത്. ഖുർആനോട് ഇത്തരത്തിലുള്ള അനീതിയല്ലേ ഇവർ കാണിച്ചത്. അപ്പൊ പിന്നെ ഖുർആനോട്, അള്ളാന്റെ കിതാബിനോട് എന്ത് ഗുണകാംക്ഷ ഇവരുടെ ഇടയിലുള്ളത് എന്ന് മാത്രമല്ല, ഖുർആൻ ഇങ്ങനെ തെറ്റായ രീതിയിൽ അർത്ഥം പറഞ്ഞുകാണ്ട് ഖുർആന്റെ മഹത്വത്തെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. ഖുർആൻ പരിഭാഷയ്ക്ക് എഴുതിങ്ങാണ്ട് അതിക്കൂടി തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകാണ്ട്. അപ്പൊ ഖുർആനോട് എന്ത് ഗുണകാംക്ഷ പിന്നുള്ളത്? രണ്ട്. ഇനി ഒരു റസൂലിഹി, അള്ളാന്റെ റസൂലിനോടുള്ള ഗുണകാംക്ഷ. റസൂലിനോടുള്ള ഗുണകാംക്ഷ എന്താ? മുജാഹിദീങ്ങൾ ജമാഅത്തിൽ നമ്മുടെ നാട്ടിൽ വരുന്നതിന് മുമ്പ് നമ്മൾ റസൂൽ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? മഹാനായ റസൂല് അല്ലേ. റസൂലുള്ളാഹിനെ പറ്റി ഇങ്ങനെ കേൾക്കുമ്പോ, റസൂലുള്ളാഹിന്റെ വഫാത്തിനെ പറ്റി ഇങ്ങനെ കേൾക്കുമ്പോ കരയ, കണ്ണീരൊലിപ്പിക്കുക. നമ്മൾ പൂർവികർ അങ്ങനെയിരുന്നില്ലേ? അള്ളാന്റെ റസൂലിന്റെ വഫാത്തിനെ പറ്റി ഒരാൾ കരഞ്ഞ സകല ആൾക്കാരും കണ്ണീരൊലിപ്പിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ഇവർ വന്നുകൊണ്ട് റസൂലിനെ പറ്റി സാധാരണ മനുഷ്യർക്ക് പറഞ്ഞാണ് നിലവാരൊക്കെ ഇടിച്ച് താഴ്ത്തിയിട്ട് ഇപ്പൊ റസൂൽ എന്ന് പറഞ്ഞാൽ അമ്മക്കൊക്കെ തന്നെ അല്ലേ, വലിയ അങ്ങനത്തെ ഒരു തോന്നില്ലാതായി. ഈ രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു ആചാര്യൻ, ഒരു അധ്യാപകൻ, ഒരു ദൈവദൂതൻ എന്നൊക്കെയുള്ള ഒരു പവിത്ര ഒരു മഹത്വത്തിൽ ആ ഒരു സ്ഥാനത്ത് നിന്നു എന്നല്ലാതെ അതിന്റെ ഇപ്പുറത്തേക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഹൃദയമായി, ആത്മാവിന്റെ ആത്മാവായി, നമ്മുടെ കരളിന്റെ കരളായുള്ള ഒരു റസൂലുണ്ടല്ലോ, ആ റസൂല് എന്ന സങ്കല്പം നമ്മുടെ ഇടയിൽ നിന്ന് സാധാരണ മനുഷ്യന്ന് പറഞ്ഞുകാണ്ട് ഇല്ലാതാക്കൽ റസൂലിനുള്ള ഗുണകാംക്ഷയാണോ? ഇനി വലിയ അയിമ്മത്തിൽ മുസ്ലിമീങ്ങളുടെ ഇമാമിങ്ങളോടുള്ള ഗുണകാംക്ഷയാണ് ദീനന. എന്താ മുസ്ലിമീങ്ങളുടെ ഇമാമിനോട് ജമാഅത്തും മുജാഹിദീങ്ങളും മുച്ചുപുലർത്തുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഖുർആനിലുണ്ട്, സുന്നത്തിലുണ്ട്. ഇമാം ഷാഫി പറഞ്ഞേക്കുന്നു പറഞ്ഞാല് ഷാഫി ഇമാം പറഞ്ഞത് ഖുർആനിലും ഹദീസിലുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് ഇമാമിങ്ങളൊക്കെ അവമതിക്കുന്ന നിലപാടല്ലേ അവരുടെ. അപ്പൊ അത് ഇമാമിങ്ങളോടുള്ള ഗുണകാംക്ഷയാണോ? ഇനി ഒരു ആമ്മത്തിയും പൊതുജനങ്ങളോടുള്ള ഗുണകാംക്ഷ. എന്താ പൊതുജനങ്ങൾ ആരാണ്? ഈ പൊതുജനങ്ങൾ എന്താ കാണുന്നത്? ഖുറാഫികള്, ശിർക്ക് ചെയ്യണവര്, അന്ധവിശ്വാസികള്, വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവഹേളിക്കുകയും നിന്ദിക്കുകയും അവമാനിക്കുകയും ചെയ്യുന്ന രീതി ആമ്മത്തിനുള്ള ഗുണകാംക്ഷയാണോ? അപ്പൊ ഹദീസ് കണ്ടോ മുഴുവനായി ഓടിയപ്പോ എന്തായി? തുടക്കത്തിൽ ദീൻ മതം ഗുണകാംക്ഷയാണ് ശരി. പക്ഷെ ഹദീസിന്റെ അപ്പുറത്തുനിന്ന് ഇങ്ങനെ പോന്നിട്ട് അവസാനം വരെ എത്തുമ്പോൾ ഓർക്ക് നേരെ വിപരീതയിലെ ഹദീസ്. ഇങ്ങനെ ഖുർആനും ഹദീസും സന്ദർഭത്തിൽ നിന്ന് ഖണ്ഡിച്ച് വേർപ്പെടുത്തി എടുത്തുകൊണ്ട് ഓരോ ആശയങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന സമ്പ്രദായമാണ്. ഈ സമ്പ്രദായത്തിൽ ദീനിനു വേണ്ടി ഈ സമ്പ്രദായത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതോടുകൂടി നിങ്ങൾ നോക്കി നമ്മുടെ നാട്ടില് എന്തായിപ്പോ ചെറുപ്പക്കാരൊക്കെടിയിൽ എല്ലാവരും ഇടയിൽ എവിടെ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? നവോത്ഥാനം എന്ന് പറഞ്ഞാൽ വീണോടുന്ന് നീപ്പിച്ചല. ഉത്ഥാനം എന്നുള്ളത് പതനം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റാണ്. പതനം എന്ന് പറഞ്ഞാൽ വീഴ്ചയാണ്, ഉത്ഥാനം എന്ന് പറഞ്ഞാൽ ഉയർത്തയാണ്. അപ്പൊ എന്താ എവിടെ വീണിക്കണത്? മുസ്ലിം ഉമ്മത്ത് എവിടെ വീണിരിക്കണത്? ഭൗതിക വിദ്യാഭ്യാസം ഇല്ലാത്തതല്ല മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നം. മുജാഹിദീങ്ങൾ ജമാഅത്തിലും വന്നിട്ട് വലിയ വർത്താനം പറയൽ എവിടെയാണ്? ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് മുസ്ലിമീങ്ങളെ പ്രേരിപ്പിച്ചു എന്നാ. ഭൗതിക വിദ്യാഭ്യാസം ഇല്ലാത്തതല്ല, അതിനുവേണ്ടിയല്ല നബിമാര് വന്നത്. ഭൗതിക വിദ്യാഭ്യാസം ഇല്ലാത്തതല്ല പ്രശ്നം. അത് നാട്ടിൽ അങ്ങനെ വളർന്നു വരും. ഇനി നമ്മൾ പ്രത്യേകിച്ച് പണിയെടുത്തിട്ടില്ലെങ്കിലും ഗവൺമെന്റും ബാക്കിയുള്ള സംഘടനകളും ഒക്കെ അതിനുണ്ടാവും. എവിടെ കുഴപ്പം പറ്റിയിരിക്കണത് മതവിദ്യാഭ്യാസവും മതബോധവും ആൾക്കാർക്കില്ലാതായി അല്ലെ. മതവിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണിപ്പോ മദ്രസയിലൊക്കെ എന്തായി? മദ്രസയിൽ കുട്ടികൾ വരാതായി, പള്ളിക്കൽ ദർസൊക്കെ ഇല്ലാതായി. ഇതൊക്കെ ഇല്ലാതായത് എങ്ങനെ? ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അങ്ങനെ ഉണ്ടായത്. ബാക്കിയുള്ള ഭൗതിക വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം?
ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിന്റെ മുകളിലുള്ള സമയത്ത് ഫലം ഉണ്ടാവും. ഭൂമിന്റെ അടിയിലാണ് പോയാൽ എവിടെ ഫലം? നിങ്ങൾ നോക്കി കുട്ടികളൊക്കെ ചെന്നുകാട് വാപ്പാനോ പെരി ചെന്നുകാട് പറയും 7ാം ക്ലാസ് കഴിഞ്ഞാൽ പറയും ഇനി ആ സ്കൂൾക്ക് പോകാൻ മദ്രസയ്ക്ക് പോകില്ല, സ്കൂളിലേ പോകണം മദ്രസയ്ക്ക് പോകില്ല. ഉമ്മ വെച്ച് എന്താണോ പോകാത്തത്? ഈ സ്കൂളിൽ ഒരുപാട് എഴുതാണ്ട് അസൈൻമെന്റ് ഉണ്ട്, അങ്ങനെ ഉണ്ട് നമുക്ക് പറയും. ഇനി ഞാൻ പോകില്ല, ആ ജൂറില്ലാതെ. അപ്പൊ ഞാൻ എന്താ കേട്ട് പറയുമ്പോ നിങ്ങളെ വാപ്പ ഗൾഫിൽ നിന്ന് വിളിച്ചോ പറയാൻ കേട്ടോ. അപ്പൊ വാപ്പ വിളിച്ചു, ഹലോ ചെറുക്ക സ്കൂളിൽ മദ്രസയിൽ പോകണില്ലേ? ഇനി മദ്രസയ്ക്ക് പോകണില്ല എന്നാ പറയേണ്ടത്, സ്കൂളിലേക്ക് പോകുള്ളൂ തന്നെ. അതെന്താ അങ്ങനെ പറയുന്നത്? ഒരു അസൈൻമെന്റ് നോക്കെ പോരോന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല. ഒരാരും പോകണില്ല അത്രേ. പോകണില്ല പറഞ്ഞപ്പോ ഞാനെന്താ കേട്ടത്? ഞാൻ പെടേണ്ടി അറിയുമ്പോ അപ്പൊ അതോടുകൂടി അവന്റെ 7ാം ക്ലാസ് കൂടി മദ്രസ നിന്നു. മദ്രസ നിന്നതിന് ശേഷം പിന്നെ സ്കൂളുകൾ പഠിച്ചു. അങ്ങനെ SSLC A ഗ്രേഡ് തന്നെ എല്ലാറ്റിലും ജയിച്ചു. +2 A ഗ്രേഡ് തന്നെ എല്ലാറ്റിലും ജയിച്ചു. ഡിഗ്രിക്ക് വേണമെന്ന് പറഞ്ഞു, ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ജയിച്ചു. ഇനി എന്താ വാപ്പാനൊട്ടിക്ക് വേണ്ടത് എന്ന് വാപ്പ വിളിച്ചിരുന്നു. ഇനി IAS പോകണമെന്നാണ്. IAS എന്താണ് IAS? അത് പഠിച്ചൊരുപാട് കാര്യമൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് ചോദിക്കും. എന്താ വേണ്ടത്? ഈ IAS പഠിക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്? അതിന് കോച്ചിങ്ങിന് വേണം, അതിനോ പൈസ വേണം. ആയിക്കോട്ടെ വാപ്പ പൈസ വെച്ചില്ല. കോച്ചിങ്ങിന് പോയി, നല്ല കോച്ചിങ് കിട്ടി, നന്നായിട്ട് പഠിച്ചു. IASന്റെ പ്രിലിമിനറി കിട്ടി, പ്രിലിമിനറി പാസ്സായി. അതിനുശേഷം പിന്നെ അങ്ങനെ വീണ്ടും പഠിച്ചു കാണാൻ അവസാനം IAS കാരനായ വലിയ ഉദ്യോഗം കിട്ടും. വലിയ ഉദ്യോഗം കിട്ടിയാൽ എന്താ? കലക്ടറൊക്കെ ആകാൻ പറ്റുമേ. IAS കാരനാ കലക്ടറൊക്കെ ആകല്. കലക്ടറൊക്കെ ആയി. അങ്ങനെ ഇപ്പം കലക്ടറായി. മലപ്പുറം ജില്ലാ കലക്ടർ, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലാ കലക്ടർ. കോഴിക്കോട് ജില്ലാ കലക്ടറായി. വാപ്പത് കണ്ടപ്പോൾ ഗൾഫിൽ നിന്ന് ഒരൊറ്റ പോരല്ലേ, ഞാൻ എന്തിനാ അവിടെ തുണി വിചാരിച്ചാണ് മൂപ്പര് പോലും ചെയ്തു. നാട്ടിൽ വന്നിട്ട് സുഖമായിട്ട് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ സുഖമായിട്ട് ജീവിച്ചു. അവനെ കൊണ്ട് നല്ല പെണ്ണൊക്കെ കെട്ടിച്ചു, വലിയ പെരയൊക്കെ ഉണ്ടാക്കി. കാറും സൗകര്യങ്ങളൊക്കെ കലക്ടറല്ലേ, എല്ലാ സൗകര്യമുണ്ട്. പത്രത്തിലൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ കാണും, കലക്ടർ ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പൊ പുതിയ കൊലയുമെന്നാണ് മൂപ്പര് നമ്മുടെ മോനാണ് നോക്കുന്നത്, ഇടക്കിടക്ക് കമന്റ് അടിക്കലേ. അങ്ങനെ വലിയ ഉസാറായിട്ട് അങ്ങനെ പോയി. കുറച്ച് കഴിയുമ്പോൾ മൂപ്പർക്ക് സുഖമില്ലാതായി, മൂപ്പര് മരിച്ചതിന് ശേഷം പിന്നെ കലക്ടർ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കലക്ടർ തന്നെ സുഖമില്ലാതാകാൻ തുടങ്ങി. അവസാനം റിട്ടയർഡ് ആവുകയാണ് കലക്ടർ. റിട്ടയർഡ് കലക്ടറായി, മുൻ ജില്ലാ കലക്ടറായി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴോ കലക്ടർക്ക് സുഖമില്ലാതായി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കലക്ടർ മയ്യത്തായിട്ട് ഒരു 5-6 അടി താഴെ മണ്ണിന്റെ അടി കൊണ്ടുപോയിട്ട് വെക്കും. വലിയ ദൂരമൊന്നും ഉണ്ടാവില്ല, ഒരു 6 അടി താഴെ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെക്കും. വെച്ചാലെന്താ ഉണ്ടാകുക? വെച്ചാലേ പിന്നെ വലിയ ആൾക്കാരൊക്കെ ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ടാവും. അദ്ദേഹം ജില്ലാ കലക്ടറായിരുന്ന കാലഘട്ടത്തിൽ ഈ ജില്ലക്കുണ്ടായ നേട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞു മൂപ്പരങ്ങനെ ഓരോരുത്തർ പ്രസംഗിക്കണമൊക്കെ ഉണ്ടാവും. MLA വന്നു, മന്ത്രിമാർ വന്നു, നേതാക്കന്മാർ വന്നു, വലിയ പ്രമുഖരൊക്കെ വന്നു. അവസാനം ആചാരവെടിയും പൊട്ടിച്ചു, എല്ലാം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഈ സാധു മണ്ണിനടി പോയി കടക്കപ്പോഴെ അങ്ങനെ നമ്മളൊക്കെ മറവീതി പോന്നാ പിന്നെന്താ ഉണ്ടാകുക? മലക്കുകൾ വരും, മുൻകർ നക്കീറും വന്നാൽ ഇതാ ജാക്കൽ മലക്കാനിൽ മോക്കലാനിൽ ഹായിലാനിൽ അലീമാനി അല്ലേ, ഭീകരരൂപികളായിട്ടുള്ള മലക്കുകൾ വരും. മലക്കുകൾ വന്നിട്ടോ വായിക്കളാക്കാൻ നിന്നെ വിളിച്ചുണർത്തും, വാചരസാക്കാൻ നിന്നെ എഴുന്നേൽപ്പിച്ച് ഇരുത്തും. എന്നിട്ട് ചോദിക്കണം മൻ റബ്ബുകാമൻ നബിയുകാമാ ദീനുകാവുമാ ഖിബിലത്തുക. അങ്ങനെ ചോദ്യം ഒരു ക്വസ്റ്റ്യനെയറുമായി, ഒരു ചോദ്യാവലിയുമായിട്ട് വന്നിക്കാണ്. ഓരോ ചോദ്യങ്ങൾ എടുക്കാണ്. മൻ റബ്ബുക മനസ്സിലാവണില്ല. 7ാം ക്ലാസ് നിർത്തിയതാണേ, മനസ്സിലാവണില്ല. പിന്നെ ആ വൈകോട്ട് പോയിട്ടുമില്ല, അതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുമില്ല. മൻ റബ്ബുക അന്തം വിട്ട് കണ്ണും തുറപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് മൻ റബ്ബുക മലക്കുകൾ വീണ്ടും ആവർത്തിക്കാണ്, ഒരു പിടുത്തം കിട്ടുന്നില്ല. അവസാനം മൻ റബ്ബുക മലക്കുകൾ ചോദിക്കാണ്. വാട്ട് കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ ഈസ് ദിസ്? ഐ ഡോണ്ട് നോ അറബിക്. എനിക്ക് അറബിയൊന്നും അറിയില്ല, എന്ത് ചോദ്യങ്ങൾ ഈ ചോദിക്കണത് മലക്കളോടെ ഇംഗ്ലീഷിൽ. കാരണം അതാണല്ലോ പോകാനറിയാം. ഓന് നേരത്തെ ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാൻ പറ്റുന്ന എല്ലാ വിവരവും ഉണ്ടായിരുന്നു. IAS പാസ്സായിക്കണത്. നയാഗര വെള്ളച്ചാട്ടം എവിടെയെന്ന് വെച്ചവൻ അപ്പം പറയും. മൻമോഹൻ സിംഗിന്റെ ജനനത്തീരി മൂപ്പര് ചിലപ്പോൾ നോക്കിയിട്ട് വേണ്ടി വരുമ്പോൾ നോക്കാതെ പറയും. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ എത്രാമത്തെ പ്രസിഡന്റാണെന്ന് ഒബാമക്ക് ഇച്ഛയുണ്ടാവില്ല, പക്ഷെ ഇവന് നിശ്ചയുണ്ട്. ഏത് ചോദ്യത്തിന് ഉത്തരം പറയും. അതാണ് IAS അല്ലേ പാസ്സായിക്കണത്. പക്ഷെ ആ ചോദ്യങ്ങൾക്കൊന്നും ഇപ്പൊ പ്രസക്തിയില്ല. മൻ റബ്ബുക എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്ത്? മൻ നബിയുക ഉത്തരമെന്ത്? റബ്ബിനെ പറ്റി വിവരം വേണ്ടേ, നബിയെ പറ്റി വിവരം വേണ്ടേ, ഖിബില ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് വിവരം വേണ്ടേ, ഏതാണ് ദീന് ചോദിക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയാം. ഈ വിവരമൊന്നും ഇല്ലാത്ത രീതിയിൽ ഭൗതിക വിദ്യാഭ്യാസം നേടി എന്നുള്ളത് എന്ത് നേട്ടാണ്ടാവുന്നത്? ഭൗതിക വിദ്യാഭ്യാസം നേടണം. പക്ഷേ മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു റബ്ബി എന്ന് പറയാൻ പറ്റുന്ന കലക്ടർ വരട്ടെ. മൻ നബിയുക എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി എന്ന് പറയാൻ മുഹമ്മദ് നബിയോട് ഇഷ്കും സ്നേഹവും വിശ്വാസമുള്ള കലക്ടർ വരട്ടെ. മാ ദീനുക എന്ന് ചോദിക്കുമ്പോൾ അൽ ഇസ്ലാമു ദീനി എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ഇസ്ലാമിനെ പറ്റി ബോധമുള്ള കലക്ടർ വരട്ടെ. മാ ഖിബിലത്തുക എന്ന് ചോദിക്കുമ്പോൾ 5 നേരെങ്കിലും ചുരുങ്ങിയത് അങ്ങോട്ട് തിരിഞ്ഞു കാണുന്ന ഖിബിലയെ പരിചയമുള്ള കലക്ടർ വരട്ടെ. ഇങ്ങനെയുള്ള കലക്ടർമാരെ, ഇങ്ങനെയുള്ള വലിയ ഇങ്ങനെയുള്ള മഹത്വമുള്ള ആൾക്കാരെ, മതബോധമുള്ള ആൾക്കാരെ, മതവിചാരമുള്ള ആൾക്കാരെ ഈ സമൂഹത്തിന് നേടിയെടുക്കാൻ, ഈ സമൂഹത്തിന് ഉണ്ടാക്കാൻ
വേണ്ടി മുജാഹിദീങ്ങൾ എന്ത് ചെയ്തു, ജമാഅത്തേർ എന്ത് ചെയ്തു? ഒരു ഭൗതിക വിദ്യാഭ്യാസം നമ്മുടെ തലമുറയ്ക്ക് അക്ഷരം നിഷേധിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ പരിവർത്തനമുണ്ടാക്കി, മുസ്ലിമീങ്ങൾക്ക് ശാസ്ത്രബോധമുണ്ടാക്കി എന്നൊക്കെ ഇങ്ങനെ വാചാരമായി പ്രസംഗിക്കും. പക്ഷേ ദീനുണ്ടാക്കാൻ എന്ത് ചെയ്തത്? ദീനിയായ രംഗത്ത് എന്ത് ചെയ്തത്? സമസ്ത ചെയ്തല്ലോ. അതിനെ തുടർന്നാട് ഒരു അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. സമസ്തയിലെ ചെയ്തത് മദ്രസാ പ്രസ്ഥാനം അല്ലേ? മദ്രസാ പ്രസ്ഥാനം കൊണ്ടുവന്നത്. ഈ മദ്രസാ പ്രസ്ഥാനം ഇവിടെ എല്ലായിരുന്നെങ്കിൽ എന്റെ കാലഘട്ടത്തെ സ്ഥിതി, ഞാൻ ഡൽഹി കൂടി ഡൽഹിയിൽ ഒരു 3-4 മാസം താമസിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഡൽഹി കൂടി ഇങ്ങനെ നടക്കലായി, ഇതിലിങ്ങനെ നടക്കും, ബസ്സിനൊന്നും പോകില്ല. കാരണം ഞാൻ വെറുതെ വേറെ പണിയൊന്നുമില്ല, എനിക്ക് അവിടെ താമസിക്കന്നെ, ഞാൻ ഗസ്റ്റ് ആയിട്ട് അവിടെ ഉള്ളത്. അങ്ങനെ അങ്ങനെ ലൈബ്രറിയിലൊക്കെ വായിച്ചാൽ അങ്ങനെ ജീവിക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ നടന്നേ എല്ലായിടത്തേക്ക് പോകുള്ളൂ, ഡൽഹി നല്ലോ അറിയാൻ വേണ്ടിയിട്ട്. അതിൽ പാർലമെന്റിന്റെ അടുത്ത് കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു പള്ളി കണ്ടു. ആ പള്ളി ഫഖറുദ്ദീൻ അലി അഹമ്മദിന്റെ, നമ്മളെ പഴയ പ്രസിഡന്റ് മുമ്പര പള്ളിയാണ്. ഫഖറുദ്ദീൻ അലി അഹമ്മദിന്റെ പള്ളിയാന്ന് കണ്ടപ്പോൾ ഞാൻ കയറി ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഖബറൊക്കെ അവിടെ ഉണ്ട്. അവിടെ സിയാറത്തൊക്കെ ചെയ്തുകൊണ്ട് അവിടെ കയറി രാഷ്ട്രപതി ആയിരുന്നില്ലേ പഴയ. അങ്ങനെ മുസാബത്ത് അങ്ങനെ ഇതുണ്ടാക്കി മുസാബത്ത് ഓതി കുത്തിരിക്കുന്ന സമയത്ത് പാർലമെന്റിൽ സെക്യൂരിറ്റി ഊര് വാങ്ങൂർക്കാരായിരിക്കുന്നപ്പോൾ വന്നിട്ട് എന്നെ കണ്ടപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അലൈക്കും അസ്സലാം. ഞാൻ മുസാഹിബ് ഇങ്ങനെ ഓതുകയാണ്. അപ്പൊ ഉപരി വന്നിട്ട് പിന്നെ ആ കഹാസെ നിങ്ങൾ എവിടുന്ന ചോദിച്ചു? ഞാൻ കേരളത്തിൽ നിന്നാണ്. അപ്പൊ ഖുറാൻ ജാനത്തെ ഹോ? ഖുറാൻ അറിയോ ചോദിച്ചു. ആ ഖുറാൻ ജാനത്താ ഹോ. ഖുറാൻക്ക് മയാബി ജാനത്താ ഹോ? ഖുറാന്റെ അർത്ഥം അറിയോന്ന് വെച്ചു. ആ മയാബി ജാനത്താ ഹോ. എന്നാ നിങ്ങൾ കാര്യം ചെയ്യണം, എന്റെ കുട്ടിനെ കാണാതായിട്ട് 3 കൊല്ലായി, ഒന്ന് വരാൻ വേണ്ടി ദ്വാരക്കണം. കുട്ടിനെ കാണാതായിട്ട് 3 കൊല്ലായി, ഒന്ന് വരാൻ വേണ്ടിയിട്ട് ദ്വാരക്കണം എന്ന്. അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് ദ്വാരക്കാറുന്നു. അങ്ങനെ പിന്നെ കുറെ പരിചയപ്പെട്ടു. പിന്നെ അവസാനം നിസ്കരിക്കാൻ വേണ്ടി നേരായി. നിസ്കരിക്കാൻ ബാങ്കൊക്കെ മുമ്പ് കൊടുത്തു, പിന്നെ കാമത്തും കൊടുത്തു. പിന്നെ ഇമാമക്കാൻ സ്ഥിരം ഇമാമില്ല അവിടെ. അപ്പൊ ഒരു 4-5 ആൾ നിസ്കരിക്കാൻ വന്നു. അപ്പൊ ഇയാളിനോട് എന്നെ പറ്റി പറഞ്ഞു, വരെ ഖുറാൻ ജാനത്താ, ഇയാൾക്ക് ഖുറാൻ അറിയുകൊണ്ട് ഇയാൾ ഇമാമുക്കണം. അങ്ങനെ എന്നെ ഇമാമെടുത്തിട്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചവനെ ഇത് കൂട്ടുക ഉള്ള പള്ളിയോ ഇല്ലാത്ത പള്ളിയോ? ഉള്ള പള്ളിയാണെങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ ദ്വാരക്കണോ, ഇല്ലാത്ത പള്ളിയാണെങ്കിൽ പിന്നെ ഇപ്പൊ അവിടെ പോരും വേണ്ടേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോണ്ട് വാള് വിമ്പരമല്ലേ. അപ്പൊ ധൈര്യം കിട്ടി, വാള് കണ്ടാൽ ധൈര്യം കിട്ടുമല്ലോ നമുക്ക്. അപ്പൊ അത് നമ്മളെ പള്ളിയെ ഇതാക്കി ആ ദ്വാരക്കും ചെയ്തു. ദ്വാരനാട് നിസ്കാരം കഴിഞ്ഞാണ്ട് പോരുമ്പോൾ പിന്നെയും മൂപ്പരിനെ കെട്ടിപ്പിടിച്ചാണ്ട് ആ ഖുറാൻ ചാനത്തെ നിങ്ങൾ ഖുറാൻ അറിയിട്ടോ നമ്മളൊക്കെ എന്താ ഖുറാൻ ഒന്നും അറിയാത്ത ആൾക്കാരാണ്. ഇങ്ങനെ നമ്മളെ നാട്ടിൽ ആരെങ്കിലും പറയും. എന്താ പറയാത്തത്? ഇവിടെ ഖുർആൻ അറിയാത്ത ആരും ഉണ്ടാവില്ല. ഓതാനേൽ ചുരുങ്ങിയത് അറിയുന്നവരല്ലേ. ഈ സമസ്ത മദ്രസ പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ചിട്ടയിലും വ്യവസ്ഥയിലും ദീനിയായിട്ടുള്ള അറിവനുസരിച്ച് ജീവിക്കണ്ടോല്ലേ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അറിവുണ്ടാക്കാനെങ്കിലും നമ്മുടെ ഈ സമസ്തന്റെ പ്രവർത്തനങ്ങൾ കൂടെ നമുക്ക് സഹായകമായിട്ടില്ല. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ദീനിന് ഏത് സ്ഥാപനം, ഏത് സംഘടനയാണ് പിന്നെ ദീനിന് സഹായകമായ ഖിദ്മത്ത് ചെയ്തതെന്നല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കുമ്പോൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തും ദീനില്ലാത്ത നമ്മളെ പാരമ്പര്യം നശിപ്പിച്ചേ. പാരമ്പര്യം നശിപ്പിച്ചപ്പോ തലമുറയ്ക്ക് എന്തു പറ്റി? നിങ്ങൾ ചിന്തിക്കണ്ടേ, ആലോചിക്കണ്ടേ? നമ്മളെ പാരമ്പര്യത്തിലുള്ള ബദരീങ്ങളെ പേര് ആർക്ക് നിശ്ചയണ്ടേ? ചെറുപ്പക്കാരോട് നിങ്ങൾ ചോദിച്ചോ കാണി, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത 313 ആൾക്കാരെ പേര് ചോദിച്ചാൽ ഒറ്റൊന്നും പറയാൻ നിശ്ചയം ഉണ്ടാവില്ല. അതേസമയത്ത് ക്രിക്കറ്റേഴ്സിന്റെ പേര് ചോദിച്ചാൽ എണ്ണി പറയും. ഫുട്ബോളേഴ്സിന്റെ പേര് ചോദിച്ചാൽ എണ്ണി പറയും. ഗായകന്മാരുടെ ഗായികമാരെ, അത് ഇങ്ങനെ കളിയിലും തമാശയിലുള്ള സകല ആൾക്കാരെയും പേര് എണ്ണി പറയാൻ സാധിക്കും. ചെറുപ്പക്കാരൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ബസ്സിൽ ചവിട്ടിന്റെ ഉള്ളിൽ പാട്ട് തിരികുകയാണ്, ചൗട് എൻഗേജ്ഡാണ്. കണ്ണിന്റെ മുമ്പിൽ കമനീയമായ മൊബൈൽ കാഴ്ചയും വെച്ചുകൊണ്ട് കണ്ണ് എൻഗേജ്ഡാണ്. തൊള്ളന്റെ ഉള്ളിൽ പാൻപരാഗോ ചുയിങ്കോ കുറ്റി ഊത്തിത്തിരിക്ക് തൊള്ളി എൻഗേജ്ഡാണ്. എല്ലാ അവയവങ്ങളും ഇങ്ങനെ അടച്ച്, എല്ലാ സെൻസും അടച്ചങ്ങനെ പോണ തലമുറയെ സൃഷ്ടിച്ചില്ലേ? അതല്ലേ ഉണ്ടായത്? എന്തേ ഉണ്ടായത്? ഇതിലപ്പുറം എന്തേ ഉണ്ടായത്? നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമല്ലേ? അതേപോലെ നിങ്ങൾ നോക്കി, പാരമ്പര്യം, നമ്മുടെ പൈതൃകം ഒക്കെ വിസ്മരിച്ചില്ലേ? ബദരീങ്ങളെ പറ്റി നിശ്ചയമുണ്ടോ? നമ്മുടെ ചരിത്രം നിശ്ചയമുണ്ടോ? ഒന്നും നിശ്ചയമല്ല. എന്റെ പേര് അംസാന്ന. എന്താ അംസാന്ന് പേരിടാൻ കാരണം? അംസാന്ന് പേരിടാൻ കാരണമുണ്ട്. എന്നെ പോലെ എന്റെ തലമുറയിലുള്ള ഒരുപാട് അംശങ്ങളുണ്ടാവും. കാരണം നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാര് നമ്മുടെ ചരിത്രം അയവിറത്തുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് പിന്നെ ബദർ പടപ്പാട്ടും മറ്റൊക്കെ ഇങ്ങനെ നിലനിർത്തിയിരുന്ന ആ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമ്മുടെ പൈതൃകത്തെ പറ്റി നമ്മുടെ പൂർവികർക്ക് അഭിമാനബോധമുണ്ടായിരുന്നു. വമ്പുറ്റ ഹബ്ദർ ചാടി ചമ്പൂട സുവതിൽ മാറട പടം ഇങ്ങനെ പാടിയപ്പോഴേ ആനബോധസദുൽ ഇലാഹരി ഹംസ ചാടിയടുക്കുടൻ ആരടാ ശുചാത്തുരത്തവൻ ഹൗദിൽ നിന്ന് കുടിപ്പവൻ ജ്ഞാനമുറ്റനബിയുന അവരേണ്ടി ഹൗദോട് അടുപ്പതാർ ഞാനിരിക്കവെ ജിന്നും ഇൻസിലും നാം കുടിക്കിലുമില്ല പേർ. ഹംസത്തൊന്നും ഒരു ബദർപടയിൽ ഇങ്ങനെ വരുന്ന സമയത്തെ വള്ളത്തടാകത്തിന്റെ അടുത്തേക്ക്, ജലാശയത്തിന്റെ അടുത്തേക്ക് അസുവത് വരികയാണ്. അസുവത് വരുന്ന സമയത്ത് അസുവത് വീമ്പിളക്കിയിട്ട് ശൂരത പറഞ്ഞുകൊണ്ട് വരികയാണ്. ഞാൻ ആരാന്ന് എനിക്ക് അറിയില്ലേ? നമ്മൾ ചെങ്ങായിമാരെന്നില്ലേ, നമ്മൾ രോഹിക്കാരെന്നില്ലേ? ഞാനൊരു 18 പട്ടാളക്കാരോട് ഒറ്റക്ക് നിന്നുകൊണ്ട് പടപൊരുക്കിയത് എനിക്ക്
നിനക്ക് നിശ്ചയല്ലേ, അങ്ങനത്തെ എന്നോടാജി യുദ്ധം ചെയ്യാൻ ധൈര്യപ്പെട്ട് വരുന്നതോ ഹംസ എന്നൊക്കെ പറഞ്ഞാണ്ട് ഹംസത്തുന്നവരെ മുമ്പിൽ ശൂരത ഓന്റെ ശൂരത്വം ഇളക്കിയാണ് വീമ്പളക്കിയിട്ട് സംസാരിച്ച സമയത്തെ ഹംസത്തുന്നൊരു ചാടിയിട്ട് പറയാണ്. എന്താ പറയണത്? ആനബോധസദുൽ ഇലാഹരി ഹംസ ചാടിയെടുത്തുടൻ ആരടാ ശുജാത്തുരത്തവൻ ഹൗദിൽ നിന്ന് കുടിപ്പവൻ. ധൈര്യമുണ്ടെങ്കിൽ വന്ന് ഹൗദിൽ നിന്ന് ജലാശയത്തിൽ നിന്ന് കുടിച്ചാടാ. ജ്ഞാനമുറ്റനബിയുന അമരണ്ടി ഹൗദോടടുപ്പതാർ ഞാനിരിക്കവെ ജിന്നുമിൻസിലും നാങ്കുതിക്കിലുമില്ലവേ. എന്റെ ജ്ഞാനിയായ പ്രവാചകന്റെ സമ്മതം കൂടാതെ ഈ ജലാശയത്തിന്റെ അടുത്തേക്ക് വരുന്നവൻ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജിന്നിലുമില്ല ഇൻസിലുമില്ല ഭൂമിയുടെ 4 ദിക്കിലെവിടെയുമില്ല ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. ഇത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാടിയപ്പോ ഇന്റെ ബാപ്പ തീരുമാനിച്ചു ഇഞ്ച കുട്ടിക്ക് ഹംസാൻ എന്നെ പേര്. ഈ ജാതി ശൂരന്മാരെയും ധീരന്മാരെയൊക്കെ സമ്മാനിച്ചിട്ടുള്ള സമൂഹമല്ലേ, അതിന്റെ പൈതൃകമൊക്കെ നഷ്ടപ്പെടുത്തിയില്ലേ. ഇതൊക്കെ പറഞ്ഞ് നഷ്ടപ്പെടുത്തി. ഈ പൈതൃകമൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് നേട്ടം നമുക്കുണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ. ഞാൻ ദീർഘിപ്പിക്കണില്ല, സമയം അതിക്രമിച്ചിരിക്കുന്നു, മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയൊരു പാഠം തന്നെ യസ്സിറു വലാ തുഅസ്സിറു ബശിറു വലാ തുനഫിറു എന്നാണ്. നിങ്ങൾ എളുപ്പം ചെയ്തു കൊടുക്കണം, ആൾക്കാർക്ക് ഇടങ്ങേറുണ്ടാക്കരുത്, ആളുകളെ സന്തോഷിപ്പിക്കണം, വെറുപ്പിക്കരുത്. റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു പാഠം തന്നെ. അതുകൊണ്ട് ഈ ആളുകളുടെ വിഷമങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് സമയം സംസാരിച്ചു, അധികം സംസാരിച്ചു എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ കാര്യങ്ങൾ എവിടെയിട്ട് എത്തിയിട്ടുമില്ല. ഈ അവസ്ഥയിൽ നിർത്തേണ്ടി വരികയാണ്. ഇനിയും അവസരം ഉണ്ടെങ്കിൽ നമുക്ക് വരാൻ സംസാരിക്കാം. തൗഹീദിനെ സംബന്ധിച്ച് തന്നെ വളരെ കുറച്ച് കാര്യങ്ങളെ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അങ്ങനെ ചുരുക്കത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എണ്ണി പറഞ്ഞു എന്ന് മാത്രം. ഈ കേട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൽ അത് ഉറപ്പിച്ചു തരട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ അല്ലാഹു തആല ഒരു സൽക്കലമായിട്ട് അള്ളാഹു നമ്മുടെ പക്കൽ നിന്ന് സ്വീകരിക്കട്ടെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിൽ സിറാത്തുൽ മുസ്തഖീമിൽ യാതൊരു വ്യതിയാനവും ഇല്ലാത്ത മനസ്സോടുകൂടി ഉറച്ചു നിൽക്കാൻ പതറാത്ത ചിത്തത്തോടുകൂടി, അതേപോലെ തന്നെ ചിതറാത്ത പാദത്തോടുകൂടി ഉറച്ചു നിൽക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. പൂർവികരുടെ പാതയിലൂടെ റസൂലുള്ളാഹിന്റെ പാതയിലേക്ക് എത്തിച്ചേരുന്ന മുഅ്മിനീകളാക്കി അല്ലാഹു തആല നമ്മളെ നിലനിർത്തട്ടെ. നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കെല്ലാം എതിരായിട്ട് പ്രവർത്തിക്കാനുള്ള കരുത്തും അതിനുള്ള ചങ്കൂറ്റവും അതിനുള്ള ത്രാണിയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. നേതാക്കന്മാർക്ക് അല്ലാഹു തആല ദീർഘായുസ്സ് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.